പക്ഷെ ഞാൻ എൻ്റെ മക്കള്, കുഞ്ഞു പിള്ളേര് വളരണ ആ കുറെ സമയങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതിൽ ഇപ്പൊ ദുഃഖിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അതെ ഇപ്പോഴത്തെ അതെ. ജെൻസിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആർക്കും സർക്കാർ ജോലിയൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. കൊച്ചിന്റെയും എൻ്റെ ബ്രദറിന്റെയും വെഡിങ് ഒക്കെ ആയിട്ട് നാട്ടിലൊന്ന് സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് കുറച്ച് ലീവ് അപ്ലൈ ചെയ്തപ്പോൾ ലീവ് റിജക്റ്റഡ് ആയിപ്പോയി. ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ. പല മൾട്ടിപ്പിൾ കരിയേഴ്സും അവിടെ നിന്നിട്ട് സൈഡ് ഹസിൽ പോലെ തുടങ്ങി. അപ്പൊ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹാഡ് ടു ഡു സംതിങ് എന്ന് മനസ്സിലായി. അപ്പൊ ഈ ജോലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാമെങ്കിൽ പോലും നമ്മളൊരു കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്യുമല്ലോ. മാനേജ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു ഇനീഷ്യലി. നമുക്ക് ലാംഗ്വേജ് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ കരിയറിൽ നമുക്ക് മുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിലും നമ്മളെ തടയണ കുറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അറിയാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഞാൻ ചിന്തിച്ചത് ഐ നീഡ് ടു ഗെറ്റ് ഹെൽപ്പ്. ഞാനിപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ചു. എല്ലാവർക്കും ഒരേ സ്റ്റോറി തന്നെ ഇപ്പോൾ ശാമ്പറങ്ങൾ പറയാനുള്ളത്. അവിടെ നിന്നാണ് ഞങ്ങൾ ട്രാൻസ്ഫോർമേഷൻ, ഞങ്ങൾ ജോലി ക്വിറ്റ് ചെയ്തു. ഭയങ്കര ഭംഗിയായിരുന്നു. മൈഗ്രേറ്റ് ചെയ്ത് ഒരു ഇത്തരം സീനിയർ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലീവ് ഇല്ല എന്ന് പറഞ്ഞു വന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഒരു ജേർണി ഡിഫറെൻ്റ് ആയിരുന്നു. ബി ഇൻഫോം, ബി ഇൻസ്പയർഡ്. നമസ്കാരം, ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത് രണ്ട് വിശിഷ്ട വ്യക്തികളാണ്. ഇവരും ഒരു പോഡ്കാസ്റ്റ് മേഖലയിൽ ഇപ്പോൾ കാല് എടുത്തു വെച്ച് വളരെ ഭംഗിയായിട്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിസൺ മോശമാണ്, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. എൻ്റെ കൂടെ ഇന്നുള്ളത് ശ്യാമും ലിജിനുമാണ്. ഇവരെ ഞാൻ ഈ ഷോയിലേക്ക് വിളിക്കാനുള്ള ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്രേക്കിൻ്റെ ഇടയിൽ ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരു പതിവുണ്ട്. യൂഷ്വലി ഞാൻ ഇംഗ്ലീഷാണ് കേൾക്കാറ്. പക്ഷെ ദിസ് ടൈം എൻ്റെ യൂട്യൂബ് ഫീഡിൽ ലിജിൻ്റെയും ശ്യാമിൻ്റെയും തംബ്നെയിലാണ് വന്നത്. ഒരു പോഡ്കാസ്റ്റിൻ്റെ തംബ്നെയിൽ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി മലയാളത്തിലാണ് ടൈറ്റിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നിങ്ങളുടെ സെറ്റപ്പ്, ആ രണ്ട് മൈക്കും ഹെഡ്സെറ്റ്സും ഒക്കെ ഇരിക്കും. ഇത് പോഡ്കാസ്റ്റ് ആണ്, ഓക്കെ ലെറ്റ്സ് ട്രൈ ദിസ്. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവരുടെ പോഡ്കാസ്റ്റ് പ്ലേ ചെയ്ത് കേൾക്കുന്നത്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോൾ ഡേ ടു ഡേ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുകയും, ഇപ്പോൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓൺടർപ്രണർഷിപ്പിനെ പറ്റിയൊക്കെ പയ്യെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ, നമ്മളൊക്കെ ഡ്രീം മൊമെൻ്റ് ആയിട്ട് പറയുന്നൊരു മൊമെൻ്റ് ഇല്ലേ, ലൈക്ക് 9 to 5 രാജിവെക്കുന്നത്, നമ്മളെ പറഞ്ഞു വിടുന്ന ലേ ഓഫ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല, നമ്മൾ ചെന്നിട്ട് റെസിഗ്നേഷൻ കൊടുക്കുന്ന ഒരു സിനിമാറ്റിക് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ചെയ്ത രണ്ട് വ്യക്തികളാണ്. അപ്പോൾ 9 to 5 ജോലിയെല്ലാം വിട്ടെറിഞ്ഞ് റെസിഗ്നേഷൻ കൊടുത്ത് സ്വന്തമായിട്ട് ഓൺടർപ്രണേഴ്സ് ആയിട്ട് മാറിയ രണ്ട് അടിപൊളി ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ കൂടെയുള്ളത്. ഇപ്പോൾ ഇവരുടെ വളർച്ച എന്താണ്, ദി ഇൻസ്പയർഡ് ഫോക്സിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഓൺടർപ്രണർഷിപ്പ് ജേണി എങ്ങനെ പോകുന്നു, ഇതൊക്കെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ ശ്യാമിനെയും ലിജിനെയും ഞാൻ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ എപ്പോഴും ഞാനൊരു ചെറിയ ഇൻട്രോ പറഞ്ഞതിന് ശേഷം ഞാൻ ഗസ്റ്റിനെ തീർച്ചയായിട്ടും ഞാൻ അവരെയും സെൽഫ് ഇൻട്രൊഡക്ഷനായിട്ട് ക്ഷണിക്കാറുണ്ട്. തീർച്ചയായിട്ടും പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഓക്കെ, എൻ്റെ പേര് ശ്യാം സജിത്ത്. ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ. ഞങ്ങൾ 3 പേരുണ്ട്. ഒരാളിപ്പോൾ ഇന്ത്യയിലാണ്, ഞാൻ ശ്യാം, പിന്നെ ലിജിൻ, പിന്നെ റഷീദാണ് ഇപ്പോൾ നാട്ടില്. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഈ ദ ഇൻസ്പയർഡ് ഫോക്സ് എന്ന് പറഞ്ഞ ഒരു പോഡ്കാസ്റ്റിന്റെ ബിഹൈൻഡിലുള്ളത്. ഇപ്പൊ എൻ്റെ ഒരു സ്റ്റോറി ഇൻ പർട്ടിക്കുലർ പറയുകയാണെങ്കിൽ, ഞാനൊരു 14 വർഷത്തോളമായിട്ട് ഓസ്ട്രേലിയയിലുണ്ട്. ഒരു ഇനീഷ്യലി ആസ് മെനി മൈഗ്രൻസ് പോലെ ഒരു സാധാരണ നേഴ്സായിട്ട് വന്നു. പിന്നെ ജോലിയിൽ ഒത്തിരി ഇങ്ങനെ മുകളിലേക്ക് കയറി പോയി. ഒരു സർട്ടൺ ടൈമിൽ എത്തിയപ്പോൾ ഞാൻ വന്ന് ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു ഇനീഷ്യലി. നമുക്ക് ലാംഗ്വേജ് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ കരിയറിൽ നമുക്ക് മുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിലും നമ്മളെ തടയണ കുറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടിയിട്ട്. പിന്നെ അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ നമ്മളൊരു കയറി ഒരു ടോപ്പ് ഓഫ് ദ കരിയർ, അല്ലെങ്കിൽ ഒരു പിനാക്കിൾ ഓഫ് കരിയർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലെത്തി. അപ്പൊ നമുക്ക് ആ ഒരു ഇപ്പൊ ഇങ്ങനെ പറയില്ല, നമ്മൾ മുകളിൽ എത്തി നോക്കുമ്പോഴാണ് അയ്യോ നമ്മൾ കയറിപ്പോയ കോണി ഇതല്ലല്ലോ നമുക്ക് വേണ്ടിയിരുന്നെന്ന് തോന്നുന്ന ഒരു മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കുറച്ച് പേഴ്സണൽ ഇൻസിഡൻസ് അതിന്റെ ഇടയിൽ നടന്നു. കാരണം നമ്മുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ 2019 എനിക്കൊരു കൊച്ചുണ്ടായി. ഫാമിലിയൊക്കെ ആയിട്ട് സെറ്റായി പോണ സമയത്ത് എൻ്റെ ബ്രദറിന്റെ വെഡിങ് ആയിരുന്നു നാട്ടിലെ.
അപ്പോ ഞാന് ആ ജോലിയിലൊരു വെരി സീനിയർ ലെവൽ ഹെൽത്ത് കെയറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊരു കുറച്ച് നാള് ഒരു കൊച്ചിന്റെയും എന്റെ ബ്രദറിന്റെയും വെഡിങ് ഒക്കെ ആയിട്ട് നാട്ടിലൊന്ന് സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് കുറച്ച് ലീവ് അപ്ലൈ ചെയ്തപ്പോ ലീവ് റിജക്റ്റഡ് ആയിപ്പോയി. ഓ വെരി ഷോർട്ട് ടൈമിൽ എനിക്ക് ലീവ് കിട്ടിയുള്ളൂ. അപ്പൊ ഞാനൊരു സാധാരണ ഇവിടെ ഒരു ഐഡിയലി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടണ അത്രയ്ക്കൊന്നും എനിക്ക് ലീവ് അപ്രൂവ് ആയില്ല. എൻ്റെ അടുത്ത് എന്നെ ആ ഒരു ഓർഗനൈസേഷൻ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്തു. കാരണം നമ്മൾ ഒന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഒരു ഇത്തരം സീനിയർ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലീവ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു കോൾ ഓഫ് ഒരു കോളായിരുന്നു. കാരണം ഞാൻ സാക്രിഫൈസ് ചെയ്യണം എന്ന് എന്നെ റിമൈൻഡ് ചെയ്യിച്ച സാധനം എൻ്റെ ഫാമിലിയും അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഒന്ന് റിഫ്ലക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരു ഫൈനാൻഷ്യലി വൾണറബിൾ ആയതുകൊണ്ടാണല്ലോ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നതും നമ്മൾ അങ്ങനെ ഒരു ജോലിയിൽ ഇരിക്കേണ്ടി വന്നതും. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഒരു ജേർണി ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഞാൻ കയറി പിന്നെ ഞാൻ ഫൈനാൻസിനെ പറ്റി ഒത്തിരി പഠിച്ചു, ഒത്തിരി ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പഠിച്ചു, ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ പല മൾട്ടിപ്പിൾ കരിയേഴ്സും അവിടെ നിന്നിട്ട് സൈഡ് ഹസിൽ പോലെ തുടങ്ങി. ഒരു 2023 ഓൾ ഓഫ് എ സഡൻ ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് മൈ ജോബ്. ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, റിസൈൻ ചെയ്തു, ഇറങ്ങി. എനിക്കൊരു പർട്ടിക്കുലർ പ്ലാൻ ബി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ജോലിയിൽ ഇരിക്കുമ്പോഴേ എനിക്ക് തോന്നുമായിരുന്നു ഞാൻ ഈ കിട്ടുന്ന അവകളിൽ കിട്ടുന്ന സാലറിനേക്കാളും വർത്താണ് ഞാനെന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയമായിരുന്നു സജിത്താൻ. അപ്പൊ അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങള് ഞാനും ലിജിനും റാഷിദും കൂടി ഞങ്ങള് ഇരുന്ന് സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി ഉണ്ട്. ഓരോരുത്തരും ഞങ്ങള് സെയിം ടിപ്പിക്കൽ ഐഡന്റിറ്റിക്കൽ ഒരു ഡിഫറെന്റ് ഏരിയയിലാണെങ്കിൽ ഞങ്ങൾ എല്ലാം സഫർ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു നമ്മുടെ ആ ഒരു ജോലിയും ഒരു സം ഇഷ്യൂസ് കാരണം കൊണ്ട്. അങ്ങനെ ഞങ്ങൾ കെയറെച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഓസ്ട്രേലിയ ബേസ് ചെയ്ത് തുടങ്ങി. മൾട്ടിപ്പിൾ ബിസിനസ്സസ് ഞങ്ങൾ തുടങ്ങിയായിരുന്നു. അങ്ങനെ 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 പോയി. ഞാൻ ടെഡെക്സിൽ സ്പീക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മുടെ ജോലി തിരക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് തരുന്ന കുറെ ഹോബീസ് എല്ലാം നമുക്ക് പിന്നീട് പിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇപ്പോ നമ്മളൊരു എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡ്രീം ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എന്റെ സ്റ്റോറി സജിത്ത്. അടിപൊളി സ്റ്റോറി. ലിജൻ ഇതുപോലെ തന്നെ ലിജന്റെ സ്റ്റോറിയും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഉറപ്പായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സജിത്തെ. ഒരു അടിപൊളി ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ്. ശ്യാമിന്റെ സാധനങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് ടോക്സിനൊക്കെ ഞാനാണ് സാധാരണ ആളുടെ അസിസ്റ്റന്റ്. അപ്പൊ ഞാൻ പോകുമ്പോ ശ്യാമിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മേ ബി ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. അപ്പം എന്റെ സ്റ്റോറി വെരി സിമിലർ ടു ശ്യാം. ഞങ്ങൾ ഒരുമിച്ചാണ് ഓസ്ട്രേലിയ എത്തി. 2012 വന്നത്. അത് കഴിഞ്ഞിട്ട് നഴ്സിംഗിൽ വന്നു. ഏതൊരു ടിപ്പിക്കൽ നഴ്സിനെ പോലെ തന്നെ ഇവിടെ വന്നു എവിടെയെങ്കിലൊക്കെ എത്തണം എന്നുള്ള പ്രതീക്ഷ. ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, നമ്മൾ നേടുക എന്നുള്ളതാണല്ലോ. പിന്നെ ഫസ്റ്റ് പൈസയായിരുന്നു ആദ്യം വരുമ്പോ. ഏത് മൈഗ്രന്റിന്റെയും ലക്ഷ്യം പോലെ തന്നെ എന്റെ ലക്ഷ്യം അങ്ങനെയായിരുന്നു. ഞാൻ നാട്ടിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു, കടമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വീട്ടുക, അടുത്ത ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ ഡ്രീം ചെയ്തിരുന്നത്. ഞാൻ എപ്പോഴും ഇവരോട് പറയും, ഞാൻ ഡ്രീം ചെയ്തിരുന്ന ഒരു വാർഡിന്റെ മാനേജർ ആവുക എന്നുള്ളതായിരുന്നു എന്റെ റിട്ടയർമെന്റ് പ്ലാൻ അന്ന്. പക്ഷെ ഞാനത് ഇവിടെ വന്ന് 1.5 വർഷം കൊണ്ട് ഞാനത് നേടി. ഞാൻ ഒരു വാർഡിന്റെ മാനേജറായി. അപ്പം there was a lot of എന്താ പറയണേ, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വേറെ കളർ റേസിസം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ there was reservations around that. ബട്ട് ഞാൻ അതിനെല്ലാം മറികടന്ന് ഞാൻ നല്ലൊരു മാനേജർ ആയിരുന്നു. അവിടുന്ന് ഞാൻ അടുത്ത ലെവലിലേക്ക് പോയി. സോ ഐ വാസ് ക്ലൈംബിംഗ് ദ കരിയർ ലാഡർ പ്രിറ്റി ഈസിലി. അപ്പം അതെനിക്ക് ഒത്തിരി സന്തോഷം തന്നു. പക്ഷെ ഞാൻ അവസാനം എത്തിപ്പെട്ട ജോലി, ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജർ ആയിട്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ആഫ്റ്റർ ഹവേഴ്സ് മാനേജർ ആയിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ബേസിക്കലി ലുക്ക് ആഫ്റ്റർ ദ ഹോസ്പിറ്റൽ ഇൻ ആഫ്റ്റർ ഹവേഴ്സ്. നമ്മളാണ് ജനറൽ മാനേജർ. ഇത് ഞാൻ പറയുന്ന ഹോസ്പിറ്റൽ കുഞ്ഞു ഹോസ്പിറ്റലല്ല, 300 ബെഡുള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ്. 300 കിലോമീറ്റർ ചുറ്റളവിൽ 33 ഹോസ്പിറ്റലുകളുടെ റെഫറൽ ഹോസ്പിറ്റലാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും ആംബുലൻസുകളും എപ്പോഴും തിരക്കും, ഡോക്ടേഴ്സ്, നഴ്സസ്, എവ്രി വൺ. ഞാനാണ് എല്ലാത്തിനും ലുക്ക് ആഫ്റ്റർ. ഞാൻ വെച്ചാൽ ഞങ്ങളുടെ ദൂരമുണ്ട്, പക്ഷെ ഒരു ഷിഫ്റ്റിൽ ഒരാളെ ഉണ്ടാകത്തുള്ളൂ. ഇറ്റ് വാസ് വെരി അഡ്രിനാലിൻ പമ്പിങ് എക്സ്പീരിയൻസ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര ചലഞ്ച് ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് എന്റെ ജീവിതത്തിലും എന്റെ മനസ്സിലും എന്റെ ശരീരത്തിലും അത് തന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല.
ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. ആഫ്റ്റർ അവേഴ്സ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ്സ് ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് റിലാക്സ് ചെയ്യാൻ ടൈമില്ല. എനിക്ക് ഇപ്പൊ ഷ്യാമിനെ പോലെ തന്നെ ഒരു യങ് ഫാമിലിയാണ് എനിക്കും ഉള്ളത്. 3 മക്കളുണ്ട്, വൈഫ്. ഞങ്ങൾ ഒരുമിച്ച് ആ ജേർണിയിൽ എനിക്ക് ഒത്തിരി പങ്കെടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വന്നത്. കാരണം ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ ഐ വാസ് ഓൾവേസ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്. Yep. അപ്പൊ അങ്ങനെ 2023 എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ശരീരം വീഴാൻ തുടങ്ങി. ഐ ഹാഡ് ബ്ലഡ് പ്രഷർ, ഐ ഹാഡ് ബോർഡർ ലൈൻ ഡയബറ്റിക് ആയിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ മാനസികമായിട്ടും ഭയങ്കര പ്രശ്നങ്ങൾ. മാനസികമായിട്ടും എനിക്ക് ഐ വാസ് വെരി ആങ്ഷ്യസ് ആൻഡ് വെരി ഡിപ്രസ്ഡ് എന്ന് എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് സം ഹെൽപ്പ്. അപ്പൊ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹാഡ് ടു ഡു സംതിങ് എന്ന് മനസ്സിലായി. അപ്പൊ ഈ ജോലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാമെങ്കിൽ പോലും നമ്മളൊരു കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്യുമല്ലോ. നമ്മൾക്ക് നമ്മൾ പറയില്ലേ, ഹേ അതല്ല, എന്തോ ദർ ഇസ് സംതിങ് എൽസ്. നമ്മൾ ഈ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന പോലെ നമ്മൾ ആ മെയിൻ ഫാക്ടറിനെ അങ്ങ് മാറ്റി വെച്ചു. അതല്ലാതെ വേറെ എന്താണ് എന്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങാൻ. But there was nothing really. എന്റെ ഫാമിലി, I'm blessed with a good family, I'm blessed with good friends, I'm blessed with everything. അപ്പോൾ നമുക്ക് അവരിലൊക്കെ പ്രശ്നങ്ങൾ. അപ്പൊ നമുക്ക് നമുക്കിങ്ങനെ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുക എന്താ പ്രശ്നം അറിയാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഞാൻ ചിന്തിച്ചത് ഐ നീഡ് ടു ഗെറ്റ് ഹെൽപ്പ്. ഞാനിപ്പോ ഇവരോടൊക്കെ സംസാരിച്ചു. എല്ലാവർക്കും ഒരേ സ്റ്റോറി തന്നെ ഇപ്പൊ ശ്യാം പറഞ്ഞ പറയാനുള്ളത്. അവിടെ നിന്നാണ് ഞങ്ങൾ ട്രാൻസ്ഫോർമേഷൻ. ഞങ്ങൾ ജോലി ക്വിറ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു ലോങ് ലീവിലായിരുന്നു. ലോങ് ലീവ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ബിസിനസ് തുടങ്ങിയ കാര്യം ഞങ്ങളുടെ മാനേജർ, ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് അറിഞ്ഞു. അപ്പം പുള്ളിക്കാരി ഒരു മീറ്റിങ്ങിലൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു 2 ലെയറിൽ ഒന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നേരെ പറഞ്ഞു താങ്ക് യു ഇത്ര നേരത്തെ എല്ലാ ദിവസവും. പക്ഷെ എനിക്ക് ഞാൻ ആ മീറ്റിങ്ങിന് പോണവരെ ഞാൻ റാഷിയോടും പറഞ്ഞോണ്ടത് ഐ വിൽ ട്രൈ ആൻഡ് നെഗോഷിയേറ്റ് സം ടേംസ് ഓൺ ഇറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല കുറച്ച് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് ഓർത്താ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ നിമിഷം ആ മീറ്റിംഗിൽ എനിക്ക് ഫീൽ ചെയ്തു ഐ കുഡ് ഡു ബെറ്റർ. എനിക്ക് എന്നിലുള്ള വിശ്വാസം മൊത്തം പുറത്തു വന്നു പെട്ടെന്ന്. ഇപ്പൊ ഇവരെനിക്ക് തന്ന ഒരു ഇതുകൊണ്ട് അത് പുറത്തു വന്നു. അങ്ങനെ ജോബ് കിട്ടിയത്. അതേ സമയത്ത് തന്നെ ഞാനൊരു മാരത്തോണ് രജിസ്റ്റർ ചെയ്തു. എനിക്ക് 1 കിലോമീറ്റർ ഓടാൻ പറ്റാത്ത മനുഷ്യനാണ് ഞാൻ. 5 മാസം കൊണ്ട് ഞാൻ ഒരു സിഡ്നി മാരത്തോൺ റൺ ചെയ്തു. എല്ലാം എവറിത്തിങ് ജസ്റ്റ് കെയിം ഇൻ ടു പ്ലേസ്. ഐ റിയലൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആ വാല്യൂ, ശ്യാം പറഞ്ഞ പോലെ തന്നെ ആ ഫാമിലിയുടെ വാല്യൂ, നമ്മുടെ പേഴ്സണൽ ടൈമിന്റെ വാല്യൂ, വാട്ട് റിയലി മീൻസ് ടു യു എന്നുള്ളത് ഐ റിയലൈസ്ഡ്. ആൻഡ് ദാറ്റ്സ് വേർ ദ ജേർണി ഓഫ് കെയറച്ച്, ദ ജേർണി ഓഫ് ഇൻസ്പയർഡ് ഫോക്സ്, എന്റെ റിയൽ ജേർണി ആസ് എ പേഴ്സൺ സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ്സ് മൈ സ്റ്റോറി. Wow, nice. ഇതേ സെയിം സ്റ്റോറി തന്നെയായിരുന്നു സജിത്തെ. റാഷി ഒരു സൂപ്പർ മെഷീൻ ലൈക്ക് പേഴ്സൺ ആയിരുന്നു, ആണ്. പുള്ളിക്ക് ഒരു വെരി വർക്കഹോളിക് ആണ്. പക്ഷെ നമ്മൾ ആ ഒരു വർക്കില് ഒരു 8 hour വർക്കാണെങ്കിലും പുള്ളി ഒരു 12-13 hours അത് ബ്രെയിനിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ഫാമിലിയിൽ ഉണ്ടാവണ പ്രശ്നങ്ങൾ പോലും നമ്മൾ തിരിച്ചറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ വളരുന്നത് നമ്മൾ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു വർക്കിന് വേണ്ടി മാത്രം കമ്മിറ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ എന്നാ ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വർക്ക് ചെയ്യണത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ മണി. പക്ഷെ ഒരു സം സ്റ്റേജിൽ നമ്മൾ റിയലൈസ് ചെയ്യും നമ്മുടെ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സിൽ അത്രയുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ 10 year വർക്ക് ചെയ്തപ്പോ ഞാൻ എന്റെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തിയായിരുന്നു. ഞാൻ എന്ത് ഇതുകൊണ്ട് ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ വാസ് നത്തിങ് ഇൻ മൈ ബാങ്ക് ബാലൻസ്. അങ്ങനെ അപ്പൊ അത്തരം ഒരു റെസനേറ്റ് ചെയ്യുന്ന സ്റ്റോറി തന്നെയായിരുന്നു ഞങ്ങളുടെ 3 പേര്. ഞാൻ റാഷിദ് ഇല്ലാത്തതുകൊണ്ട് റാഷിദ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമാണ് റാഷിദിനെ പറ്റിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു. ആരെങ്കിലും റാഷിദിന്റെ കഥ കൂടി ഒന്ന് പങ്കുവെക്കാമോ എന്നുള്ളതായിരുന്നു. റാഷിദ് ബേസിക്കലി ആസ് എൻ ഓണ്ടർപ്രണർ ആവുന്നതിന് മുമ്പ് റാഷി ഒരു ഞങ്ങൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആയിരുന്നു. മൾട്ടിപ്പിൾ, ഇപ്പൊ ഞാനും റാഷിദും ഷ്യാമും മൾട്ടിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷൻസ് ചെയ്തേക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ പറയാ ആരെങ്കിലും സോപ്പിട്ട് കയറിപ്പോയെന്നല്ല, വി വേർ ഇൻ ദ റേസ്. എനിക്ക് മാസ്റ്റേഴ്സും അതും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. ഇതിന്റെ എല്ലാം ഇടയ്ക്ക് ഫാമിലിയുടെ ഇടയ്ക്കും ഇതിന്റെ എല്ലാം ഇടയ്ക്ക് വി ഓൾവേസ് തോട്ട് കരിയർ ഈസ് വെർ യു ഗോണ അച്ചീവ് എന്ന് തോന്നിയിട്ട് നമ്മളെ കരിയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സെയിം വിത്ത് റാഷിദ് അങ്ങനെ എത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആയിരുന്നു. ഞങ്ങളെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് റാഷിയുടെ. കാരണം ഒരു സീനിയർ എക്സിക്യൂട്ടീവ് റോളായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു കൺട്രിയിൽ വന്ന് നമുക്ക് അത്രയ്ക്കും വലിയ പൊസിഷനുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്.
യെസ് അപ്പോൾ അപ്പോൾ യെസ് നമുക്ക് തന്നെ ഒരു സെൽഫ് ഒരു പ്രൗഡ് ഉണ്ടാവണ കുറേ മൊമെന്റ്സ്. കാരണം നമ്മൾ വെരി ഷോർട്ട് ടൈമിലായിരുന്നു ഞങ്ങൾ 3 പേരും പ്രത്യേകിച്ചും കരിയറിൽ കയറിപ്പോയത്. കാരണം നമ്മൾ ഈവൻ ഇവിടത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പോലും സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ മടിക്കുന്ന ഏരിയാസിൽ ഞങ്ങൾ കയറി ഒരു സോർട്ട് ഓഫ് വി ഡിഡ് അവർ ബെസ്റ്റ് എന്ന് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ജേണി ആയിരുന്നു ആ സമയത്ത്. ഓ വണ്ടർഫുൾ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരുപാട് ഇപ്പം നേഴ്സ് എന്ന ഒരു സെഗ്മെൻ്റ് എടുത്താൽ തന്നെ നമ്മൾ മലയാളികൾ തന്നെ അഭിമാനമായിട്ട് പറയാൻ പറ്റുന്ന ലോകത്തിൻ്റെ ഏത് ഹോസ്പിറ്റലിൽ ഇപ്പം ഏറ്റവും പ്രമുഖമായ ഏത് കൺട്രി എടുത്താൽ പോലും ഒരു കൺട്രിയിലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റമാണ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തന്നെ ഏതൊരു ഇപ്പോൾ അമേരിക്ക എടുത്താലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാനഡയിലാണ്, കാനഡ എടുത്താലും നിങ്ങൾ നിൽക്കുന്ന ഓസ്ട്രേലിയയാണ്, UK എടുത്താലും ലൈക്ക് ഈവൻ മിഡിൽ ഈസ്റ്റ് എവിടെ എടുത്താൽ പോലും ലൈക്ക് മലയാളി നഴ്സുമാരെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴും മലയാളി എന്ന നിലയ്ക്ക് എപ്പോഴും അഭിമാനമായിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു സംഭവമാണ്. അതിലുപരി ഒരു ഹോസ്പിറ്റലിൻ്റെ ലൈക്ക് അടുത്ത സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഇപ്പം മാനേജർ ഇപ്പം വാർഡിൻ്റെ മാനേജർ ആകുക എന്ന് ഇപ്പം ലിജിൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡയറക്ടർ ആവുക, അതായത് ഒരു ഫേമിൻ്റെ തന്നെ ഒരു ചട്ടക്കൂടിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഡയറക്ടർ ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് എളുപ്പമല്ല. അത് അച്ചീവ് ചെയ്തൊരു വ്യക്തി കൂടെയാണ് റാഷിദ് നാട്ടിലാണ്. അതുകൊണ്ടാണ് റാഷിദിനെ പറ്റിയിട്ട് ഞങ്ങളിപ്പോൾ ഇൻട്രോ ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നത്. അപ്പം വെരി ഇൻസ്പയറിങ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ടൈറ്റിൽ പോലെ ഗൈസ് ആർ ഇൻസ്പയർഡ് ഫോക്സ്. അതുകൊണ്ടാണ് ലക്ഷ്യം. യെസ്, തീർച്ചയായിട്ടും. ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഉടനെ തന്നെ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ജേർണി എങ്ങനെയാണ്. കാരണം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഡിറക്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ മെൻറ്റേഴ്സായിട്ട് മാറാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. ഇനി അതിനകത്ത് എൻ്റെ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്ക്, അതായത് നമ്മൾ എപ്പോഴും ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ടൊരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ ജെൻസിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആർക്കും സർക്കാർ ജോലിയൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള മോഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം അതായത് എംപ്ലോയി ആയി നിന്ന് കൊണ്ട് അത് രാജിവെച്ച് എംപ്ലോയി മൈൻഡ് സെറ്റ് മാറി ഒരു ഓൺട്രപ്രണറായി മാറിയ 2 വ്യക്തിത്വങ്ങളാണ്. നിങ്ങളുടെ 2 പേരുടെയും മൈൻഡിൽ ലൈക്ക് ഒരു എംപ്ലോയി ആയിട്ട് നിങ്ങൾ ചെയ്തിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഉണ്ടായിരുന്ന ആ ഒരു ജേർണി, ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ആയിരുന്നപ്പോൾ എന്ത് ചേഞ്ചാണ് വന്നത്? ഇപ്പോൾ അക്കരെ നിൽക്കുന്ന ഇക്കരെ പച്ചയാണല്ലോ. ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് ബിസിനസ് തുടങ്ങി രക്ഷപ്പെടും, ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ രണ്ടും ചെയ്ത വ്യക്തികളാണ്. അപ്പം ഞാനൊരു എംപ്ലോയി മാത്രമായിട്ട് നിന്നൊരു വ്യക്തിയാണ്, ഞാൻ ബിസിനസ് റൺ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ബിസിനസ് സാധനങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് 2 പേരും പങ്കുവെച്ചാൽ. ഞാൻ ആദ്യമേ ആരോടാണ് ചോദിക്കേണ്ടത്, ലിജിനാണോ ശ്യാമാണോ? ഞാൻ തന്നെ പറയാം. എനിക്ക് പറയാനുള്ള ഉത്തരം സൈത്ത് തന്നെ അവിടെ പറഞ്ഞു, ജേർണി. നമ്മൾ എംപ്ലോയി ആയിരിക്കുമ്പോൾ there is no journey. നമ്മൾ യു ഗോ there, യു ഡു ഇറ്റ്, യു കം ബാക്ക് ആൻഡ് യു ഗെറ്റ് പെയ്ഡ്. അത് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ജേർണിയാണ്. യു ലേൺ അബൌട്ട് ദ ജേർണി. ഞാൻ ആ ജേർണിനെ ഒത്തിരി എംബ്രേസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ പറഞ്ഞിപ്പോ എന്റെ ഓട്ടമാണെങ്കിൽ തന്നെയും എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതിന്റെ അപ്പുറം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫോർട്ട് ഉണ്ടല്ലോ, അത് ആ ജേർണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ ആ ജേർണി ഇറ്റ്സ് വിത്ത് യു ത്രൂ ഔട്ട് യുവർ ലൈഫ്. നിങ്ങൾക്ക് ഓരോ ചലഞ്ചസ് വരുമ്പോഴും, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ആ ജേർണിയിൽ നമ്മൾ ലേൺ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഫെയിലിയേഴ്സ് ആവാം, ഫെയിലിയേഴ്സ് ടീച്ചേഴ്സ് യു മോർ ദാൻ സക്സസ്. അത് ഞങ്ങൾ ഒത്തിരി പഠിച്ച ആൾക്കാരുമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ജേർണി തന്നെയാണ് ആസ് എൻ ഓൺട്രപ്രണർ വാട്ട് യു ഹാവ് ടു ലേൺ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പൊ സൈത്ത് പറഞ്ഞ പോലെ ജെൻസിക്ക് എല്ലാവരും ബിസിനസ് ചെയ്യുന്നു, ഹാവ് ടു ഡു സംതിങ്. അത് നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പം അതല്ലായിരിക്കാം ഒരു ഓൺട്രപ്രണർഷിപ്പിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ. ഇത് ജോലി ചെയ്യുമ്പോൾ അതേ ചലഞ്ചസ് ഇതിനുണ്ട്. യു ഹാവ് ടു സ്പെൻഡ് മോർ ടൈം. ഇന്ന് ഞായറാഴ്ചയാണ്, ഇപ്പൊ ഞങ്ങളിവിടെ നമ്മളിവിടെ വന്നിരിക്കുന്നു, വി ആർ ടോക്കിംഗ് ടു യു. ബട്ട് ഇത് ഞങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. പക്ഷെ നമ്മളൊരു ഓഫ് ഡേയിൽ ജോലിന്ന് വിളിച്ചു കഴിഞ്ഞാലോ കൊണ്ടുറങ്ങാൻ ഡിഫറൻസ്. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ശ്യാം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ഓഫീസിലുണ്ടായിരുന്നു. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരും. ഞങ്ങളിപ്പോ 4 മണിക്ക് എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് ശ്യാം ടെഡ് ടോക്കിന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ നോ ഹി വാസ് ഹിയർ. ഈ ഓഫീസിൽ 4 മണി 5 മണിയാകുമ്പോൾ വരുമായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, സൗണ്ട് ഇതുള്ള. സോ അതൊരു ജേർണിയാണ്. അപ്പം ആ ജേർണിനെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഫോർ മീ ദ ഡിഫറൻസ്.
പക്ഷെ ഞാൻ ഓക്കെ. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് റിമെമ്പർ ചെയ്യാവുന്ന ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വയ്യാതെ ഇരുന്ന ഒരാളെ ഞാനിങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ കൂട്ടത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു രോഗി പെട്ടെന്ന് കൊളാപ്സ് ആയി മരിച്ചു വെച്ചാൽ മരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ആള് മരിക്കുന്ന ആ ഒരു സീനുണ്ട്. ഞാൻ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നത്, ഞാൻ CPR ചെയ്ത് ഞാൻ ഇപ്പോഴും എനിക്ക് അത് ഒരു ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട്, ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. there are a lot of connections, there are good people we met, there are thousands of patients I touched, and thousands of relatives I gave a shoulder to as well. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് പക്ഷെ ഞാൻ ഇപ്പൊ ഈ ചെറിയ സമയം കൊണ്ട് we inspired a lot of people, Sajid. We spoke to a lot of people, we understood a lot of people, we created a lot of things. And നമുക്ക് Wow. പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പലതും ട്രൈ ചെയ്തു, പലതും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി, ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. എന്റെ ഫാമിലി ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ. ആക്ച്വലി ആസ് എ ഗ്രൂപ്പ് ഞങ്ങള് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. സമയമുണ്ട്. എന്റെ വൈഫ് ഇപ്പൊ ഒരു ഓണ്ടർപ്രണർ, ശ്യാമിന്റെ ഒരു ഓണ്ടർപ്രണർ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഡിഫറൻസ്. ദി ഓറ യു ക്രിയേറ്റ് ഈസ് വെരി ഡിഫറെന്റ്. ആ ജേർണി ശ്യാമിന് അതൊരു സജിത്ത്, അപ്പൊ ഞാൻ ജോലിയിൽ ഇരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് എഗെയിൻസ്റ്റ് ഒന്നല്ല. ഞാൻ ഒത്തിരി ഞാനാക്കിയതില് ജോലിക്കുള്ള പങ്ക് വളരെ വലുതാണ്. എൻ്റെ ഒരു പേഴ്സണാലിറ്റി മോൾഡ് ചെയ്തതിലും എല്ലാം. കാരണം ഞാൻ ഐ റിയലി ഡിഡ്ന്റ് ഹാവ് എ ഗുഡ് ടൈം. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു 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 സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞായിരുന്നു, ഐ ആം എ പേഴ്സൺ ക്യാൻ ബി റീപ്ലേസ്ഡ് അറ്റ് എനി ടൈം. അപ്പൊ ഞാൻ ഇങ്ങനെ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു നോട്ട് ദർ, നമ്മൾ അവിടെ നാളെ എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡന്റിൽ നമ്മളൊരു പ്രോബ്ലം ഒരു ഇഷ്യൂല് പെടുകയാണെങ്കിൽ 1 issue, 2 issue, 3 issue, 3rd issue you get a warning, 4th or 5th you will be out. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം. അതില് നമ്മൾ പാസ്റ്റ് നമ്മൾ കൊടുത്ത ഒരു ഹാർഡ് വർക്കോ കമ്മിറ്റ്മെന്റ് ഒന്നും നമ്മൾ അവിടെ ഒരു വലിയ സ്ഥാനമില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും സെയിം തന്നെയാണ്. ദർ ഇസ് നോ സച്ച് തിങ് ലൈക്ക് ആൾക്കാരുടെ എംപത്തറ്റിക് അല്ല. ആൾക്കാരുടെ ഇത്തിരി കൂടി പീപ്പിൾ കുഡ് ബി ലിറ്റിൽ ബിറ്റ് മോർ കൈൻഡ് ആൻഡ് എംപത്തറ്റിക് ഇൻ എനി ഇൻഡസ്ട്രി. എന്നാ ഇപ്പൊ നമ്മളൊക്കെ, ഇപ്പൊ ഞാനും എൻ്റെ അച്ഛനമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ അവരും പറയാറ് നീ പഠിച്ച് നല്ലൊരു ജോലി. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവണില്ല. എനിക്കൊരു ബിഗ് ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം ഞാൻ ജോലിയിൽ 12-13 വർഷം എടുത്ത് പണി ഉണ്ടാക്കുന്നതിനേക്കാളും ഒത്തിരി പൈസയും അസറ്റും ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നതിനോട് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മണി വാല്യൂ ആണെങ്കിൽ. പിന്നെ ജോലിയിൽ നമ്മൾ നമ്മൾ അപ്സ്കിൽഡ് ആവും, പക്ഷെ നമ്മുടെ പേഴ്സണലിന് വേണ്ടിയിട്ടല്ല. ജോലിക്ക് ആവശ്യത്തിനുള്ള സ്കില്ലുകൾ മാത്രമേ നമുക്ക് അപ്സ്കിൽഡ് ആവാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ വി ലിവ് ഫോർ ദം. നമ്മുടെ ഒരു സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി ഫാമിലി സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 7 മണി തൊട്ട് 3:30, 4 മണി വരെ ഓഫീസിലാണെങ്കിൽ പോലും 4 മണിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 10, 11, 12 മണി എൻ്റെ രാത്രിയെല്ലാം എൻ്റെ ബ്രെയിൻ അതിലാണ്. എൻ്റെ വർക്ക്, അതിൻ്റെ സ്ട്രെസ്, അതിൻ്റെ കമ്മിറ്റ്മെന്റിലാണ്. പക്ഷെ എൻ്റെ മക്കള്, കുഞ്ഞു പിള്ളേർ വളരണ ആ കുറെ സമയങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതിന് ഇപ്പൊ ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ കാരണം നമ്മൾ അവരുടെ ഗ്രോത്ത് എൻജോയ് ചെയ്യണില്ല. അപ്പൊ എനിക്ക് എൻ്റെ വൈഫിന്റെ കൂടെ ആണെങ്കിൽ പോലും, നമ്മുടെ ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ പോലും, പാരന്റ്സിന്റെ കൂടെ ആണെങ്കിലും പോലും നമ്മൾ വെരി റെസ്ട്രിക്റ്റഡ് ആണ്. അതൊരു പെയിൻഫുൾ ഫാക്ടറാണ്. പിന്നെ ഞാൻ എപ്പോഴും റിഫ്ലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഇഫ് യു ആർ എൻ എംപ്ലോയി, യു ആർ വർക്കിംഗ് ഇൻ എൻ ഓവർസീസ് കൺട്രി ലൈക്ക് എനിവർ, ഇവിടുത്തെ പോലെയുള്ള എവിടെയാണെങ്കിലും നമുക്ക് വർഷത്തിൽ കിട്ടുന്ന ഒരു 3 ആഴ്ച 4 ആഴ്ച മാത്രമേ നമുക്ക് നമ്മുടെ പാരന്റ്സിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് 1, 2, 3, 4 നമുക്കൊരു നാട്ടിലൊക്കെ ഒരു ആവറേജ് ഇയർ ഓഫ് ആൾക്കാരുടെ എത്ര വർഷം ആൾക്കാർ ജീവിക്കും. പക്ഷെ നമുക്കൊരു ഇനി അങ്ങോട്ടുള്ള ഒരു വർഷത്തോളം ഒരു 4-5 വർഷം മാത്രം നമുക്ക് ഒരു 4 തവണ മാത്രമേ നമുക്ക് നമ്മുടെ പാരന്റ്സിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. പാരന്റ്സോ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ, അങ്ങനെ നമ്മൾ വെരി റിസ്ട്രെയിൻഡ് ആയിരുന്നു. പ്രത്യേകിച്ചും ടൈമിൽ നമുക്ക് ലീവ് എനിക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടില്ലായിരുന്നു. വി ഹാവ് ടു ബെഗ് ഫോർ സമൺ എൽസ് ടു എൻജോയ്. നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ റിലേ ചെയ്യണമായിരുന്നു. അതായിരുന്നു ആ സൈഡിൽ. പക്ഷെ ഞാൻ ഇങ്ങനെ ഇപ്പുറത്തേക്ക് കടന്നപ്പോ ഐ സീ ഇറ്റ് ആസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സെൽഫ് റിഫ്ലക്ഷൻ ഐ ഹാഡ്. ഞാൻ എന്നെ ഇത്രയും അനലൈസ് ചെയ്തൊരു സമയം ജോലിക്ക് ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടില്ല. അത് എന്റെ കഴിവുകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, എന്റെ കഴിവുകേടുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി. എങ്ങനെ ആൾക്കാരുടെ അടുത്ത് നമ്മളൊരു വർക്കിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വർക്ക് ലാംഗ്വേജാ. ദർ ഇസ് നോ ഹ്യൂമൻ തിങ് ഇൻ ഇറ്റ്. പക്ഷെ ഐ സീ മൈസെൽഫ് ആസ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ശേഷം ഞാൻ ഇതിലും കൂടി കൈൻഡ് ആയിപ്പോയി ഒത്തിരി. എനിക്ക് ഓരോ ആൾക്കാരിലും
അവരുടെ നല്ല ഗുണങ്ങൾ എനിക്ക് കാണാനറിയാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു എൻറ്റയർലി നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പം നമ്മുടെ ഒരു സ്കില്ലുകളിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ പഠിച്ച കാര്യങ്ങള് അത് എനിക്ക് തോന്നുന്നു നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരും തോന്നില്ല. എനിക്കൊരു 10 തവണ IELTS പൊട്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കേറി വന്ന ഒരാളാണ് ഞാൻ. 11ാമത്തെ തവണയാണ് IELTS പാസ്സായത്. ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിലെ 160 ആൾക്കാര് കോമ്പീറ്റ് ചെയ്ത TEDxല് ഞാൻ സക്സസ്ഫുൾ ആയി ഞാൻ അവിടെ ഒരു TED എന്ന് പറയുന്ന ഒരു വേൾഡ് പ്ലാറ്റ്ഫോമില് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഞാൻ കീനോട്ട് സ്പീക്കർ. ഞാൻ ലാസ്റ്റ് വീക്കിൽ എനിക്കൊരു കീനോട്ട് ഇവന്റ് ഉണ്ടായിരുന്നു. കാരണം പീപ്പിൾ പേ ഫോർ മീ, പീപ്പിൾ ഇൻവൈറ്റ് മീ. എന്റെ ഒരു ഓവറോൾ എക്സ്പെൻസ് ചെയ്ത് ഐ ടെൽ മൈ സ്റ്റോറീസ് ഇൻ ദാറ്റ് സ്റ്റേജ്. അത് അപ്പൊ നമ്മള് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാര്, നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഒത്തിരി കൂടി. ഇപ്പോ നമ്മളാ ഒരു ജോലി എന്ന് പറയുന്ന ഒരു 4 ചുമരുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ തന്നെ റീച്ച് ഔട്ട് ചെയ്യുന്ന ആൾക്കാര് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞാൽ നമുക്ക് അതിനെ പറഞ്ഞ് അറിയിക്കാൻ പാടാ, അല്ലേ ലിജി? കാരണം പ്ലസ് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ ഓരോ പ്രൊജക്ടുകളാണെങ്കിലും ഇപ്പൊ നമ്മളെല്ലാം ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അതിൽ കാണുന്നത്. എങ്ങനെ അതിനെ ബെറ്റർ ആയിട്ട് ആൾക്കാർക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിലൊരു ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞങ്ങൾ ചെയ്യാത്തൊന്നുമില്ല. ക്യാൻവ, എഡിറ്റിംഗ് വേണോ, വീഡിയോ വേണോ, എന്തൊക്കെ സ്കില്ല് വേണം, മാർക്കറ്റിംഗ്, സ്ട്രാറ്റജി, ഓപ്പറേഷൻ, ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും എന്താണെന്ന് ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് വേണം പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ് ആയിപ്പോയി. നമ്മളാ ഒരു വർക്കിലിരിക്കുമ്പോൾ നമുക്ക് ആ വർക്കിന് വേണ്ടി മാത്രം ബ്രെയിൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മള് ഒരു വൈഡർ ഓപ്പണിംഗിലേക്ക്, ഞാനൊരു കഴിഞ്ഞ സ്പീച്ചിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ എന്റെ ജോലി റെസിഗ്നേഷൻ ഹാൻഡ് ഓവർ ചെയ്തന്ന് എന്റെ ലൈഫിലെ ഏറ്റവും സാറ്റിസ്ഫൈഡ് മൊമെന്റ്സ് ആയിരുന്നു. കാരണം ഐ ഫെൽറ്റ് ലൈക്ക് ഞാനൊരു കൂട്ടിൽ അടച്ചിട്ട ഒരു കിളിയുടെ ഡോർ തുറന്നിട്ട ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ അതിനുശേഷം വായിച്ച കൂട്ടിയ പുസ്തകങ്ങൾക്ക് ഒരു കൈയും കണക്കില്ല, ഞാൻ സംസാരിച്ച ആളുകൾക്ക് ഒരു കൈയും കണക്കില്ല. ഇറ്റ്സ് എ വെരി, എന്നെ സംബന്ധിച്ച് അതൊരു ലിജിൻ പറഞ്ഞ പോലെ ആ ഒരു ജേർണി വെരി എംബ്രേസിംഗ് ആയിരുന്നു. ഐ എഗ്രി ദർ ആർ ലോട്ട് ഓഫ് റിസ്ക്സ്, ലോട്ട് ഓഫ് ഇഷ്യൂസ്, ബട്ട് നമ്മൾ ആ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പഠിക്കുകയാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യണത്. ജോലി സ്ഥലത്ത് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ മാനേജർ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മളവിടെ വീക്കാ, നമ്മളവിടെ നമ്മുടെ സ്കിൽസിനെ ലോവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഐ തിങ്ക് ഞാൻ ആ ഒരു ജേർണിനെ ഒത്തിരി എംബ്രേസ് ചെയ്യുന്നു. ഞാൻ അതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് അങ്ങനെ ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദ പീപ്പിൾ ദാറ്റ് ദേ പുട്ട് മീ ഇൻ ടു ദീസ് ട്രബിൾസ് ഇൻ മൈ ലൈഫ്. കാരണം അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഞാൻ ജോലി ചിലപ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ നിന്ന് പോയേനെ. അത് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മളെ ഇപ്പൊ സൈത്ത് പറഞ്ഞ പോലെ 9 to 5ഉം ഒരു ഓൺട്രപ്രണർ ജേർണിയും തമ്മിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈതർ ഓർ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ തുടങ്ങുമ്പോൾ രണ്ടും ചെയ്യാൻ പറ്റും ചിലവർക്ക്. നമുക്ക് കുറച്ച് ജോലി ചെയ്യാം, സ്റ്റാർട്ട് സ്ലോ ഇഫ് യു വാണ്ട് ടു. ഞങ്ങളെ പോലെ ജോലി റിസൈൻ ചെയ്യണം എന്നുള്ളത് ഒരു 100% ആയിട്ടുള്ള ഇതാവണം നിങ്ങൾക്ക് പറ്റത്തില്ലാത്ത വരികയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഓൾവേസ് ഞങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു സക്സസ് ഉണ്ടാവും. അതും ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് തന്നെ നമ്മുടെ ഒരു വിശ്വാസം വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ടീമിൽ വിശ്വാസം വേണം. അത് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഇപ്പം ഓരോ ചലഞ്ചസ് വരുമ്പോഴും ഞങ്ങൾക്ക് ഈസിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ജോലിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ശ്യാം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിനൊരു പ്രൊസീജിയറും ഇതുമുണ്ട്, അതനുസരിച്ച് അങ്ങ് തീരുമാനം എടുത്താൽ മതി. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ലേൺ അബൌട്ട് ഇറ്റ്. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഞാൻ കണക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത മനുഷ്യനാണ്. ഞാനാണ് അഡ്മിൻ വന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം അക്കൗണ്ടിങ് മൊത്തം ചെയ്തോണ്ടത് ഞാനാണ്. എനിക്ക് അതിന്റെ പ്രോഫിറ്റ് ലോസ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ, എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, ഹൗ മച്ച് പെർസെന്റേജ് എന്നാണ്. പിന്നെ സ്റ്റാഫിന് വർക്ക് ഫ്ലോ ഞങ്ങൾ മാനേജ് ചെയ്തിട്ടെങ്കിലും ഒരിക്കലും അതിന്റെ അപ്പർ സൈഡ്, ഇപ്പം വർക്കേഴ്സ് കോമ്പൻസേഷനോ അങ്ങനെ അപ്പർ സൈഡ് ഞങ്ങൾ ഒരിക്കലും മാനേജ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഒരു അഡ്മിൻ സൈഡ് ഉണ്ടല്ലോ, അതൊരിക്കലും മാനേജ് ചെയ്തിട്ടില്ല. അതും ചെയ്തു. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ ശ്യാം പറയുന്ന ക്യാൻവ ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നത്. ക്യാൻവ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് ചില വീഡിയോസിനൊക്കെ, അല്ലെങ്കിൽ ക്യാപ്കട്ട് യൂസ് ചെയ്യും. ഇതെല്ലാം ഇരുന്ന് കാണപ്പെടാൻ പഠിക്കുന്ന ബുക്ക് വായിക്കുക, എല്ലാ സാധനങ്ങളും. ഇത്തരം കാര്യങ്ങൾ പണ്ടും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും അറിയണില്ല. കാരണം നമ്മൾ ആ ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ലോകത്ത് നമ്മൾ ഒതുങ്ങി പോവുക. കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ നാളത്തെ ജോലി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മറ്റന്നാളത്തെ ജോലി, അങ്ങനെ ഒരു നമ്മുടെ ഒരു ലിമിറ്റഡ് മൈൻഡ് സെറ്റാ. ഇപ്പോ നമുക്ക് സജി ചോദിച്ച പോലെ നമ്മളാരും എങ്ങനെ ഒരു സെൽഫ് ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ച പോലെ നമ്മുടെ ഒരു സ്ട്രെങ്ത് കണ്ടെത്തി കഴിഞ്ഞാലാണ് നമ്മുടെ ലൈഫ് ഇത്തിരി കൂടി ബ്രൈറ്റൻ ആവുള്ളൂ.
യെസ്. പിന്നെ അതിന് നമ്മള് വി മേ ഹാവ് ടു ഗോ ത്രൂ റിസ്ക്സ്, അല്ലെങ്കിൽ വി മേ ഹാവ് ടു ഗോ ത്രൂ ചലഞ്ചസ്. ആ ചലഞ്ചസ് ആണ് നമ്മളെ മോൾഡ് ചെയ്യണത്. നമ്മളാ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ആണ് എപ്പോഴും നമ്മളെ ഇത്തിരി കൂടിയും ഒരു ഒരു കൺഫ്യൂഷൻ ആണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി തരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? യെസ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകും. അത് നമുക്ക് അത് ഇപ്പൊ നമുക്കൊരു ഐ നോ, ഇപ്പൊ എന്നെ പോലെ ഞാൻ കടന്നു പോയിട്ടുള്ള അവസ്ഥകൾ എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ ഞാൻ കടന്നു പോണത് കാരണം ഇപ്പൊ എനിക്ക് ഇന്ന് സജിത്ത് ചോദിക്കാണ്, ഞാൻ ജോലിയിൽ ഇരിക്കുമ്പോ എന്റെ അടുത്ത് ചോദിക്കാണ്, 3 വർഷം കഴിഞ്ഞാൽ നീ എവിടെ എത്തണമെന്നാണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാൻ അറിയില്ലായിരുന്നു. കാരണം എന്റെ പ്രത്യേകിച്ച് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആലോചിക്കുമായിരിക്കും വേണം, എന്റെ മക്കള് വലുതാവുമായിരിക്കും, അവർ സ്കൂളിൽ പോവുമായിരിക്കും. അപ്പോഴും ഞാൻ നീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു നേഴ്സാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യണ ജോലിയോട് ചേർത്ത് വെക്കണതായിരുന്നു എന്റെ ഐഡന്റിറ്റി. ഇന്ന് എനിക്ക് പറയാൻ 100 കാര്യങ്ങളുണ്ട്. ഞാനൊരു സ്പീക്കറാണ്, ഞാനൊരു ട്രെയിനറാണ്, ഞാനൊരു കോച്ചാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരം ആൾക്കാരിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണ്. ഇപ്പൊ നെക്സ്റ്റ് 3 ഇയറിൽ എവിടെ എത്തണം എന്ന് വെച്ചാൽ എനിക്ക് 100% എനിക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് 5 ഇയറിൽ ഞാൻ എവിടെ എത്തണം എന്ന് വെച്ചാൽ എനിക്ക് അതിന് ഉത്തരമുണ്ട്. ഈവൻ 10 ഇയറിൽ അത് അത്രയ്ക്ക് നമുക്കൊരു ക്ലാരിറ്റി വരും നമ്മുടെ ലൈഫിൽ. അപ്പൊ അത് നമുക്ക് പറയുമ്പോ കുറച്ചൊരു ഒരു ഒരു ജ്യൂസി എക്സൈറ്റിംഗ് ആയിട്ട് തോന്നാന്നുണ്ടെങ്കിലും there are risks. നമ്മൾ ആ റിസ്കിനെ എംബ്രേസ് ചെയ്യാൻ പഠിക്കില്ലായിരുന്നു അതിലെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഓക്കെ. ഇത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. ഇതൊരു പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളും. അതിനകത്ത് ഒരുപാട് ഡീപ്പർ മീനിങ് ഒത്തിരി ഉണ്ട് പല കാര്യങ്ങളിലും. എന്നാലും എനിക്കൊരു ഇപ്പോൾ രണ്ടുപേരെയും ഞാൻ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ച 2 പോയിന്റ്സ് ഞാൻ പറയാം. ഒരാൾ ഒരു മാരത്തോൺ ഫിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ നിങ്ങളൊരു വീഡിയോയിൽ നിങ്ങളത് പറയുന്നുണ്ട്, ലിജിൻ്റെ മാരത്തോൺ സ്റ്റോറിയൊക്കെ. അപ്പം മാരത്തോൺ ഓടുക എനിക്ക് പറഞ്ഞ കഷ്ടി 1 കിലോമീറ്റർ ഞാൻ ഓടുമായിരിക്കും, അറിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 500 മീറ്റർ ഓടിക്കഴിഞ്ഞതിന് വീഴുമായിരിക്കും. പക്ഷേ 40 കിലോമീറ്റർ മാരത്തോൺസ് കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഷ്യാമിൻ്റെ കേസിൽ ഷ്യാം പറഞ്ഞൊരു ടെഡ് എക്സ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എളുപ്പമല്ല. രണ്ട് സാധനങ്ങളാണ് ചെയ്ത് വെച്ചേക്കുന്നത്. രണ്ടുപേരും അത് അച്ചീവ് ചെയ്ത വ്യക്തിത്വങ്ങളാണ്. അപ്പം മാരത്തോൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ഡിസിഷൻ എന്ന് എനിക്ക് തോന്നിയ ഒരു മൊമെൻ്റ് ആണ് അത്. രണ്ടുപേരുടെ അടുത്ത് എനിക്ക് ചോദിക്കാൻ തോന്നിയത്, മാരത്തോൺ ഓടാം, അത് ഓടാൻ തീരുമാനിച്ചപ്പോഴും അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ട്രെയിനിങ്, ഇതിന് വേണ്ടിയിട്ടൊരു കഠിനമായിട്ടൊരു പരിശ്രമമുണ്ട്, ഒരു പ്രാക്ടീസ് ഉണ്ട്. മെജോറിറ്റി ആളുകൾ ഇപ്പം ടെക്സ്റ്റിൽ സ്പീക്ക് ചെയ്തു അല്ലെങ്കിൽ മാരത്തോൺ ഓടി കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ദേ ഡോണ്ട് സീ ദ ജേണി. ഇപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ ജേണി ആയിരുന്നു പ്രാക്ടീസ്. ഇപ്പോൾ ടെഡക്സിൻ്റെ സിറ്റുവേഷനെ പോലെ ഇപ്പം രാവിലെ ഷ്യാം വന്ന് അവിടെ ഓഫീസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തതും ഇതൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ജേണി ഇപ്പം ലിജിനോട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാരത്തോൺ ചെയ്യാമെന്ന് തീരുമാനിച്ച മൊമെൻ്റ് എന്തായിരുന്നു? പ്രാക്ടീസ് എങ്ങനെ കൊണ്ടുവന്നു? അത് ഓടിക്കൊണ്ടിരുന്നപ്പോൾ മനസ്സിലൂടെ പോയ കാര്യങ്ങൾ എന്താണ്? ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്തപ്പോൾ കിട്ടിയ വികാരം എന്താണ്? ഇതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? സൈദ, ഞാനത് താങ്ക്സ്. അത് ഞാൻ 2 ആയിട്ട് പറയാം. ഒന്ന് ഫിസിക്കൽ ജേർണി ഉണ്ട്, അതിന്റെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ ജേർണി ഉണ്ട്. അത് 2 ആയിട്ട് പറയാം. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. എന്റെ ഫിസിക്കൽ ജേർണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. എന്റെ ബ്ലഡ് പ്രഷർ വെരി ഹൈ ആയിരുന്നു. ഞാൻ 2 ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കൊളസ്ട്രോൾ എന്റെ ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ ബോർഡർ ലൈൻ ഡയബറ്റിക് ആയിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആസ് എ നേഴ്സ്, ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ, ഈ ബ്ലഡ് പ്രഷർ വെച്ചിട്ട് എനിക്ക് ഒരു 60 വയസ്സ് വരെ മാക്സിമം ജീവിക്കാൻ പറ്റും. 60 വയസ്സാകുമ്പോൾ മരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു. 50 വയസ്സിൽ റിട്ടയർ ആവണം. 10 വർഷം ജോലി ഇല്ലാതെ ആഘോഷിക്കണം. ആഘോഷിക്കാതെ ഐ ഡോണ്ട് നോ വൈ, എന്താന്ന് എനിക്കറിയത്തില്ല. പക്ഷെ 10 വർഷം ജോലി ഇല്ലാതിരിക്കണം, അതിന്റെ 60 വയസ്സിൽ മരിക്കുക, ഇതായിരുന്നു എന്റെ ലക്ഷ്യം കംപ്ലീറ്റ്ലി. ഇത് ചേഞ്ച് ആയത് ചേഞ്ച് ആവാൻ കാരണമുണ്ട്. ഞാൻ ഇതിങ്ങനെ നമുക്ക് ലൈഫ് ഇങ്ങ് എത്താണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നും അല്ല. ഞാൻ ഒരു കുറച്ച് നാളായിട്ട് ഇത് ഇങ്ങനെ നമ്മളൊരു മുന്നോട്ട് ഒരു ലക്ഷ്യമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ചേഞ്ച് ചെയ്യണം തോന്നി. അങ്ങനെയാണ് ഒരു റിച്ച് റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോഡ്കാസ്റ്റർ ഉണ്ട്, US-ലുള്ളതാണ്. പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റോറി കേൾക്കാനിടയായി. അപ്പം പുള്ളി ഒരു 35 ഇയേഴ്സ് വരെ കള്ളു കുടിച്ച് ഭയങ്കര ഒട്ടും ഹെൽത്ത് നോക്കാതെ, പുള്ളി ഒരു സ്വിമ്മർ ആയിരുന്നു. പക്ഷെ അങ്ങനെ നടന്ന് പുള്ളി 41-ാമത്തെ വയസ്സിൽ പുള്ളി ഒരു ഫിസിക്കൽ ഹെൽത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്ത് പുള്ളി 50 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും വേൾഡ്സ് ഫിറ്റസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറി. അതാണ്. അപ്പൊ നമുക്ക് അതെനിക്ക് ഗോഡ്, അപ്പൊ എനിക്ക് പറ്റും. ലേറ്റർ ഇൻ യുവർ ലൈഫ്, സെക്കൻഡ് ഹാഫ് ഓഫ് യുവർ ലൈഫിലും ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻസ് പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി ഡയറ്റ് ചെയ്ത മനുഷ്യനാണ്. ലോകത്തുള്ള എല്ലാ ഡയറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ടൈപ്പ് എക്സസൈസുകളും ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അതിന്റെ ഫിസിക്കൽ സൈഡ് എനിക്ക് അറിയാം എന്താണ്, പക്ഷെ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു കസിൻ ഉണ്ട് US എൻ്റെ ചാച്ചൻ, പുള്ളി ഒരു പ്രോ റണ്ണറാണ്. പുള്ളി എന്നോട് പറഞ്ഞു, സൈൻ അപ്പ് ഫോർ സിഡ്നി മാരത്തോൺ, ഞാനും നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ 1 കിലോമീറ്റർ ഓടാത്ത മനുഷ്യനാണ്. ഫോർ സം റീസൺ ഐ തോട്ട് ഒരു സെക്കൻഡ് നേരത്തിലോട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ ഉള്ള ഒരു സാധനമാണ്, പക്ഷെ ഐ മേഡ് ഇറ്റ് ഓബ്വിയസ്. ഞാൻ ബുക്ക് ചെയ്ത് നേരെ ഫേസ്ബുക്കിൽ കയറ്റിയിട്ടു ഞാൻ ഓടാൻ പോവാന്ന്. ഐ ഹാഡ് നോ ക്ലൂ വാട്ട് ഐ വാസ് ഗോയിങ് ടു ഡു. എനിക്ക് ഒന്നും അറിയില്ല, പക്ഷെ ഐ ന്യൂ ഐ ഹാഡ് ടു ഡു ഇറ്റ്. എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു, ഞാൻ അഡ്വഞ്ചറും ചലഞ്ചും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഐ ഹാഡ് ടു ഗെറ്റ് സംതിങ് ഗോയിങ് ഇൻ മൈ ലൈഫ്. ഒരു ഇത് വേണമെന്ന് എനിക്ക് തോന്നി. അവിടെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ തുടങ്ങി, ബുക്കുകൾ വായിക്കാൻ തുടങ്ങി അബൌട്ട് റണ്ണിങ്, മാരത്തോൺസ്, മൈൻഡ് സെറ്റ്, ഇതിനെക്കുറിച്ച്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തു ഇത് എങ്ങനെയാണ്, എന്ത് ഡയറ്റാണ് വേണ്ടത് എനിക്ക് ഇതിലേക്ക് എത്താൻ, ഞാൻ എന്ത് വെയിറ്റ് ആണ് വേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഞാൻ തന്നെ ട്രെയിനിങ് സെറ്റ് ചെയ്തു. എനിക്ക് കോച്ചൊന്നുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം പഠിച്ചത്. എനിക്കിപ്പോ എനിക്ക് ഇപ്പം ഐ നോ ഹൗ ടു ഡു ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓർ സെക്കൻഡ് ടൈം. എനിക്ക് ഈ വർഷം 3 മാരത്തോൺ ഉണ്ട്. ഞാൻ അടുത്ത വർഷം അയൺമാൻ ചെയ്യും. അടുത്ത വർഷം ഹാഫ് അയൺമാൻ, അടുത്തതിന് രണ്ട് വർഷം കഴിയുമ്പോൾ ഞാൻ ഫുൾ അയൺമാൻ ചെയ്യും. അത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനും പോകും. എന്റെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് എന്റെ ഒരു പ്ലാൻ. ഇത് നടക്കോ ഇല്ലയോ, നടക്കാൻ പറ്റുമോ ഇല്ലയോ, എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ മരിച്ചു പോവോ, ഇത് എവറിത്തിങ് ഇസ് ദെയർ, ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പം ഇതാണ് ഞാൻ എന്റെ ഫിസിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ മാരത്തോൺ ചെയ്യുന്നത്. പിന്നെ എന്റെ ഒരു ഇമോഷണൽ ആൻഡ് മെന്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാരത്തോൺ ആയിരുന്നു എന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ കാരണം, ഞാൻ വെരി ഡിപ്രസ്ഡ് ആയിരുന്നു, വെരി ആങ്ഷ്യസ് ആയിരുന്നു. ഞാൻ തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പൊ എല്ലാവരും എന്തിനാ പറയുന്നത്, എന്നാലും ഐ വാണ്ട് പീപ്പിൾ ടു നോ ഐ വാസ് വെരി ഡിപ്രസ്ഡ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന്റെ അപ്പുറത്തായിരുന്നു എന്റെ ഫാമിലി അധികം ഗോ ത്രൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞപ്പം I understood I can get through anything. I don't suffer any of that. ഇപ്പൊ നമ്മൾ ഓടുമ്പോ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 20 കിലോമീറ്റർ ആകുമ്പോഴേക്കും നമ്മൾ എന്റെ പൊന്നെ ഞാൻ ഇപ്പൊ മരിക്കും, എന്നെ കൊണ്ട് ഒരു അടി പോലെ. ഞാൻ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തതെല്ലാം. ഞാൻ ഓടാൻ പോകുന്നത് തന്നെ 1 കിലോമീറ്റർ തൊട്ട് 37 കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ പോയത്. ഞാൻ 760 കിലോമീറ്റർ ഞാൻ ഓടി ആ ഒരു ഒറ്റ മാരത്തോണിന് വേണ്ടിയിട്ട്, പ്രാക്ടീസ് റൺസ് 760 കിലോമീറ്റർ. മണിക്കൂറുകളോളം ഞാൻ ജിമ്മിൽ സ്പെൻഡ് ചെയ്തു. ഇത് ജിമ്മിൽ സ്പെൻഡ് ചെയ്ത സമയം ഇല്ല കേട്ടോ, മണിക്കൂറുകളോളം ഞാൻ ജിമ്മിൽ സ്പെൻഡ് ചെയ്തു. ഐ ഹാഡ് ലോട്ട് ഓഫ് അപ്സ് ഡൗൺസ്. ചില ദിവസം ഓർക്കും വൈ ഡിഡ് ഐ ഡു ദിസ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ യു ഓൾവേസ് പിക്ക് അപ്പ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഓൾ ഇറ്റ് മാറ്റേഴ്സ് ഇസ് യുവർ മൈൻഡ്. നമ്മുടെ ബോഡി ഈസ് ജസ്റ്റ് ആൻ എക്യുപ്മെന്റ്. നമ്മുടെ മനസ്സിന്റെ എക്യുപ്മെന്റ് ആണ് നമ്മുടെ ബോഡി. അപ്പം നമ്മളെ മനസ്സിന് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോ ശ്യാമിനോടൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ ആ മാരത്തോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഫസ്റ്റ് മാരത്തോൺ ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും ഫെയിൽ ആവുന്നതായിട്ട് കണ്ടില്ല. ഞാൻ എപ്പോഴും കണ്ടോണ്ടിരുന്നത് ഫിനിഷിംഗ് ലൈനാണ്. ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ആഴ്ചയിൽ ഞാൻ എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നുള്ള, കൈ പൊക്കി ഫിനിഷ് ചെയ്യണോ അതോ ഫിനിഷ് ചെയ്യണോ അതോ ഇത് ചെയ്യണോ എന്നുള്ളത്. ഐ ചോസ് ടു ഡു എ ലൈഫ് ഗോൾ. ഞാൻ എന്റെ കൂട്ടുകാരുടെ എല്ലാം, എന്റെ ഫാമിലി എല്ലാം കൂടെ ഉള്ള ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ലൈഫ് കോൾ ചെയ്ത് ഞാൻ ആ ലൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഫിനിഷ്, ബിക്കോസ് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ മീ, ഫോർ ദീസ് പീപ്പിൾ ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ജേർണി. ആ ഫിനിഷ് ലൈൻ്റെ അപ്പുറത്തുണ്ട് ഉള്ള എന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാനിപ്പോ ഒരു മാരത്തോൺ കഴിഞ്ഞു, അടുത്ത മാരത്തോൺ വരുന്നുണ്ട് ഓഗസ്റ്റില്. ഇപ്പൊ എന്റെ കൂടെ ഓടാൻ 8 പേരുണ്ട് ഇപ്പം. അപ്പം നമുക്ക് വി ആർ ടേക്കിംഗ് അതർ പീപ്പിൾ ത്രൂ ദ ജേർണി. എന്റെ ഇത് കണ്ടിട്ട് ആൾക്കാർ പലരും വിളിക്കാറുണ്ട് എന്നെ, എങ്ങനെയാണ് ചെയ്തത്. ഇറ്റ്സ് ഓൾ യുവർ മൈൻഡ്. അപ്പൊ ഞാൻ ഇപ്പോ എനിക്ക് ആങ്സൈറ്റി ഇല്ല, ഡിപ്രഷൻ ഇല്ല, ഐ എം ഹാപ്പി, ഐ ഡു തിങ്സ് വാട്ട് ഐ വാണ്ട്. ഞാൻ 4 മണിക്ക് എഴുന്നേക്കും, 3 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോകും. അപ്പൊ എനിക്ക് ഫാമിലി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തു എനിക്ക് ഫാമിലി ഉണ്ട്. അപ്പൊ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോകും, ഞാൻ 5 മണിക്ക് ഓടാൻ പോകും. അപ്പൊ എന്റെ ഫാമിലി എഴുന്നേക്കണേക്കാൾ മുമ്പ് ഞാൻ എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിപ്പുണ്ടാവും. So I'm not losing any time. So you plan your day, plan your life. അതേപോലെ തന്നെയാണ് ഓൺടർപ്രണർഷിപ്പ്. നമുക്ക് എല്ലാത്തിനും നമ്മൾ യു ഹാവ് ടു ഹാവ് എ പ്ലാൻ. ആസ് സാം സെഡ്, ഞാൻ പറഞ്ഞ പോലെ എന്റെ പ്ലാൻ അതാണ്. എന്റെ ഫിസിക്കൽ ജേർണിയുടെയും ഇതിന്റെ കൂടെ എന്റെ ഇമോഷണൽ ജേർണിയും പോകും. ഞങ്ങൾ ഓൺടർപ്രണർഷിപ്പിനും അതേപോലെ തന്നെ ഒരു പ്ലാൻ ഉണ്ട്. ഞങ്ങളുടെ ഇൻസ്പയർഡ് ഫോക്സിനും അതേപോലെ തന്നെ ഒരു പ്ലാൻ ഉണ്ട്. കേരച്ചിനും അതേപോലെ തന്നെ ഒരു പ്ലാൻ ഉണ്ട്. സോ ഇത് പഠിപ്പിച്ച ആള് എന്റെ കണ്ടിൽപ്പെട്ടു കേട്ടോ. ഹീസ് എ പേഴ്സൺ ഹു സ്റ്റാർട്ടഡ് ഇറ്റ് ഓൾ. പിന്നെ ഈ ജേർണിയിൽ ഇങ്ങനെ ഇത്രയും ശ്യാമ് കുറച്ചുകൂടെ ഒത്തിരി ബുക്കൊക്കെ വായിച്ച് ഒരു നല്ല കാര്യം, അതുപോലെ
പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് പറയും. പക്ഷെ ശ്യാം ചിലപ്പോൾ ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും. ഇപ്പൊ ശ്യാം പറഞ്ഞ ഒരു എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, ബി ഓൾ യു ക്യാൻ ബി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പുള്ളിയുടെ ഒരു ഓ മെയിൻ ഇതാണ്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം, ബി ഓൾ യു ക്യാൻ ബി. സോ വാവ് ഇതാണ് എന്റെ മാരത്തോൺ ജേർണി. ഞാൻ ഒത്തിരി അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല. സോ ഇറ്റ്സ് എ ഫിസിക്കൽ ജേർണി. ഇറ്റ് ഈസ്. അതാണ് എല്ലാവരും ടഫായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇറ്റ്സ് നോട്ട് റിയലി എ ഫിസിക്കൽ ജേർണി. ഇറ്റ്സ് എൻ ഇമോഷണൽ ആൻഡ് മെന്റൽ ജേർണി. യുവർ മൈൻഡ് is the boss, your body is the tool. So അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പറ്റും. വാവ്. അതെ. അപ്പോൾ അടുത്ത അടുത്ത വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞത്. ഈ അടുത്ത ആള് ഇപ്പം ശ്യാം, ഇപ്പം ഇതിൻ്റെ എല്ലാം ആശാൻ എന്ന് നമുക്ക് വിളിക്കാം. മറ്റേ സിനിമയിലെ മായാവിയിലെ സലിംകുമാർ വന്നല്ല ആശാൻ ആശാൻ എന്ന് പറയുന്നത്. ആശാൻ ഒരു ടെഡെക്സ് സ്പീക്കറാണ്. അതൊരു പബ്ലിക് സ്പീക്കിംഗ് ഒരുപാട് ആളുകൾ പേടിക്കുന്ന ഒരു സംഭവമാണ്. ഒത്തിരി അതെ. ആളുകൾക്ക് ഈവൻ എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അതും ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ തീർന്നു കഥ. അതെനിക്ക് ഉണ്ടായിരുന്നതാണ്. ഞാനും ഒരുപാട് വിഷമിച്ചൊരു വ്യക്തിയാണ് ഇംഗ്ലീഷ് പറയാൻ. അതൊക്കെ നമ്മൾ സാഹചര്യത്തിലൂടെ പഠിച്ചെടുത്താണ്. അപ്പം എങ്ങനെയായിരുന്നു എഗെയിൻ ആ ടെഡെക്സിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത ആ മൊമെൻറ്റ്സും, ആ ടെഡെക്സിൽ ആ സ്റ്റേഡിയത്തിൽ അത്ര 1000 ആളുകളെ കണ്ടുകൊണ്ട് വന്നൊരു മൊമെൻറ്റും, അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങി വന്നപ്പോൾ മനസ്സിന് കിട്ടിയ ആ ഒരു മനസ്സിലുണ്ടായ ഒരു സക്സസിൻ്റെതായ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മുഖം, അതെ. അത് ഒന്ന് ഷാം പങ്കുവയ്ക്കുക. പബ്ലിക് സ്പീക്കിംഗ് എല്ലാവരും പോലെ എന്റെ അത്രയും ലോകത്ത് ആരും പബ്ലിക് സ്പീക്കിങ്ങിനെ പേടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു എന്റെ കുട്ടിക്കാലത്ത് ഇപ്പൊ എന്റെ മകൻ 6 വയസ്സ്, ആ സമയത്തൊക്കെ ഞാൻ എനിക്ക് ഒത്തിരി ടോക്കറ്റീവ് ആയിരുന്നു, ഒത്തിരി ഒരു വെരി ഇന്ററാക്റ്റീവ് പേഴ്സൺ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിനെ പേടി ഉണ്ടാവാൻ കാരണം ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അത് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളങ്ങനെ റിമൈൻഡ് ചെയ്യിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. നീ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ നിന്നെ നോക്കും, അവർ ചിരിക്കും, അവർ നിന്നെ കമന്റ് ചെയ്യും, അവർ നിന്നെ ജഡ്ജ് ചെയ്യും. അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിത് പേടിച്ചു പോകണം. അല്ലാതെ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം മൊത്തം നിന്നെ ഇപ്പൊ കളിയാക്കി ചിരിക്കും. അത്തരം കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുമല്ലോ. ഞാന് അതിൽ കൂടെ ഒത്തിരി ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു ക്ലോസ് ടു മേ ബി ഒരു 20-25 ഇയേഴ്സ് അല്ലെങ്കിൽ അതിലും കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെ കൊണ്ടായിരിക്കാം നമ്മൾ പരസ്യമായിട്ട് ഞാനൊരു സ്റ്റേജിൽ നിന്ന് വിറങ്ങലിച്ച് പോയൊരു അനുഭവം എൻ്റെ ചെറുപ്പത്തിലുണ്ട്. ഒരു 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ തിരിച്ചറിയണത് അതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നീട് അങ്ങോട്ടേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഒത്തിരി ചെയ്യാണ്ടിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മറന്നുപോകുമല്ലോ. പക്ഷെ ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഒത്തിരി വർഷങ്ങൾ 2-4 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജോലിയിൽ നിന്ന് ഇറങ്ങി ഞാനൊരു ഐ ഡിസൈഡഡ് ടു ഗോ ഫോർ എ സോളോ ട്രിപ്പ്. ഞാനൊരു ചെന്നൈയിലെ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, ഒട്ടും ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ദിവസം ചെന്ന് ഞാൻ താമസിച്ചു. അപ്പൊ അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പൊ എപ്പോഴും എല്ലാവരുടെ കൂടി ഞാനിങ്ങനെ റിമൈൻഡ് ചെയ്യണ ഒരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാ ആൾക്കാരുടെയും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്തോ സംഭവമാണെന്ന്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മൾ എത്രത്തോളം വീക്കാണെന്നും വൾണറബിൾ ആണെന്നും തിരിച്ചറിയുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ ആ ചെന്നൈയിലെ ഒരു 10 ദിവസത്തെ റൂം എടുത്ത് ഞാൻ അവിടെ നിന്നു. ആർക്കും അറിയില്ല ഞാൻ ചെന്നൈയിലാണെന്ന്, ആർക്കും അറിയില്ല ഞാൻ അവിടെ എന്താ ചെയ്യണമെന്നുള്ളത്. ഇപ്പോ ഞാൻ ആ ഹോട്ടൽ റൂമിൽ ഞാൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും ആ ഹോട്ടലുകാർക്ക് അറിയില്ല ഞാൻ ആരാണെന്നുള്ളത്. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ ഒരു വെരി സോഫ്റ്റ് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയി. ഞാൻ എന്നെ അങ്ങനെ കടത്തി വിട്ടു. അപ്പൊ അതീന്ന് എനിക്ക് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇതല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ലിജിൻ മാരത്തോൺ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സാധനം ചലഞ്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ നോക്കുമ്പോ എനിക്ക് തോന്നിയ ഒരു സാധനമാണ് പബ്ലിക് സ്പീക്കിംഗ്. ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞു, ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി, ഞാൻ അതിനെപ്പറ്റി ഒത്തിരി വായിച്ചു, ഒത്തിരി സ്പീക്കേഴ്സ് ആയിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു റാൻഡം ഒരു ദിവസം അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ എനിക്ക് വന്നു. ഞാൻ അതിൽ അപ്ലൈ ചെയ്തു. ഞാൻ പറയില്ല, 160ഓളം ഇംഗ്ലീഷുകാര് അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഓഡീഷൻ ചെയ്ത ഒരു ഇവന്റിനാണ് ഞാൻ ഏറ്റവും നമ്പർ 1 ആയിട്ട് സെലക്ടഡ് ആയത് ടെഡെക്സ് സ്പീക്ക് ചെയ്യാനായിട്ട്.
അത് ഒരു ഒരു വെരി എക്സൈറ്റിംഗ് ജേർണി ആയിരുന്നു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒത്തിരി പഠിച്ചു. ഇപ്പൊ എനിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളത് പഠിച്ചു. ഇപ്പൊ ഞാൻ ആ ഒരു തോട്ട്, വേർഡ്, ആക്ട് സൈക്കിളിൽ ഒത്തിരി വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നമ്മളെന്താണ് ചിന്തിക്കണത് അതാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നതാണ് സബ്കോൺഷ്യസ്ലി നമ്മൾ ചെയ്യണത്. അപ്പൊ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് സോർട്ട് ഓഫ് റീവയറിംഗ് മൈ കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന രീതി ഞാൻ മാറ്റാൻ പഠിച്ചു. ഇപ്പൊ എനിക്ക് പറ്റില്ല എന്നുള്ളതിനേക്കാളും ഞാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ബലിജ് പറഞ്ഞ പോലെ അത് തോൽക്കും എന്നുള്ളതിനേക്കാളും ഞാനത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ Yeah. മൊമെന്റിനെ ഞാൻ ഒത്തിരി എംബ്രേസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഐ ഡിഡ് ദാറ്റ് ടെക്സ് ടോക്ക്. വെരി വെരി ഡീപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അവിടെ ലിറ്ററലി ഐ വാസ് ടെല്ലിംഗ് എ സ്റ്റോറി. ഞാൻ ഒരു കുറച്ച് ജോലിയിൽ നിന്ന് ഇറങ്ങണേക്കാളും മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ജോലി. പ്യുവർലി ടു വർക്കിംഗ് വിത്ത് പ്രായമായിട്ടുള്ള ആൾക്കാരുടെ കൂടെയായിരുന്നു എൻ്റെ ജോലി. പ്രായമായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോ നാളെ മരിച്ചു പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രം അവരുടെ കയ്യിലുള്ള അത്തരം ആൾക്കാർ. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു 10,000-3000 ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. അപ്പോ ഒന്ന് ആലോചിക്കുക, അവർക്കറിയാം 4-5 ദിവസത്തിനുള്ളിൽ അവർ മരിച്ചു പോകുമെന്ന്. അപ്പൊ അവര് പറയണ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിനെ ഒത്തിരി മാറ്റിമറിക്കും. അപ്പൊ അവർക്ക് എന്താണ് വാല്യൂ ചെയ്യണത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, ഞാൻ ഇങ്ങനെ കുറച്ച് ഇന്റർവ്യൂയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാറുണ്ട്. എന്താണ് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ദുഃഖിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല കുറെ സമയം എനിക്ക് ജോലിയിൽ സ്പെൻഡ് ചെയ്യായിരുന്നു എന്ന്. എല്ലാവരും പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കറക്റ്റ് ആണ്. നമ്മുടെ ലൈഫിൽ വാല്യൂ ചെയ്യണത് ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അല്ല നമ്മുടെ കിഡ്സ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനത്തെ ആ ഒരു ബന്ധങ്ങളുണ്ടല്ലോ. അപ്പൊ അത് എനിക്കൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അത്തരം ഒരു സ്റ്റേജിൽ പൈസയല്ല അവരെ വെറി ചെയ്യണത്. നമുക്ക് കുറച്ച് മൊമെന്റ്സേ ഉള്ളൂ. ഇമാജിൻ നമ്മള് നാളെ രാവിലെ 10 മണിക്ക് മരിച്ചു പോകുന്നു നമ്മൾ അറിയുകയാണെങ്കിൽ ബാക്കിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് 1 വർഷം കൂടി ജീവിക്കാനുള്ളതെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ വെരി ഡിഫറൻ്റാ. ആരും തിരക്ക് പിടിച്ച് ഓടി ജോലി സ്ഥലത്തേക്ക് പോവില്ല. ആരും തിരക്ക് പിടിച്ച് നമ്മൾ വലിയൊരു കാര്യം പഠിക്കാൻ പോവില്ല. നമ്മളെ എത്രയും ആ ലിമിറ്റഡ് ടൈം നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കി മനസ്സിലാക്കി ചെയ്യണം എന്നുള്ള അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ അന്ന് ടെഡെക്സിൽ പറഞ്ഞു. എനിക്കൊരു ഇപ്പൊ ഒരു ബെസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഞാൻ എൻ്റെ ഇവന്റ് കഴിഞ്ഞ് വെറും 12 മിനിറ്റ് ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു. 12 മിനിറ്റ് ഞാൻ ഇംഗ്ലീഷിൽ വെരി പ്രൗഡ് ആയിരുന്നു. കാരണം ഞാൻ ലാംഗ്വേജിൽ എത്രയും സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. ഞാനൊരു ബിഗ് മാൻ ആയിട്ട് ഞാൻ അതിന്റെ മുമ്പിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് സ്റ്റോറി പറഞ്ഞതിന് ശേഷം ആ ഒരു എൻറ്റയർ ക്രൗഡ് എൻ്റെ അടുത്ത് വന്നു. എവ്രി വൺ ഇൻ ടീയേഴ്സ്. എല്ലാവരും കരഞ്ഞ്, പല പ്രായത്തിലുള്ള ആൾക്കാര്, എല്ലാ ഇംഗ്ലീഷുകാര്, അവരുടെ മുമ്പിലായിരുന്നു ഞാൻ സ്റ്റോറി അവതരിപ്പിച്ചത്. എല്ലാവരും പേര് കേട്ട ആളാട്ടോ ഞാൻ കരയിക്കാൻ അപ്പൊ ഞാനത് കഴിഞ്ഞ് അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങള് അവർക്ക് അവരുടെ ലൈഫിനോട് റിലേറ്റഡ് ആയിട്ട് തോന്നി. കാരണം അവർക്കും അവരുടെ പേരൻസിന്റെ അടുത്തോ അല്ലെങ്കിൽ പ്രായമായവരുടെ അടുത്തോ സമയം ഇനി സ്പെൻഡ് ചെയ്യണം. ഒത്തിരി പേര് എൻ്റെ അങ്ങനെ ആ ഇത് കേട്ടിട്ട് അവരുടെ ലൈഫ് റീഅറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവല്ലോ. അങ്ങനെ ആ ഒരു മൊമെന്റ് എൻ്റെ ലൈഫിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് മൊമെന്റ് ഏതായിരുന്നു വെച്ചാൽ, ആ സ്പീച്ച് എഴുതി കഴിഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞ ഒരു മൊമെന്റ് ഉണ്ട്. ആ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് നമ്മളൊരു ഐ ടു ഐ ഇന്ററാക്ഷൻ ഉണ്ടായ സമയം, അതൊരു ഫീലാണ്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാം. ഞാൻ ഇങ്ങനൊരു ഓൺട്രപ്രണർ ജേർണിയിലേക്ക് കടന്നതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒത്തിരി മൊമെന്റ്സ് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ 100 മൊമെന്റ്സ് ഉണ്ടാവും വേണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയത്. ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ മാരത്തോൺ, ലിജിൻ 1 കിലോമീറ്റർ ഓടിയിട്ടില്ല. സജിത്തിന് 500 മീറ്റർ ഓടാൻ പറ്റില്ല. ഞാൻ 0 കിലോമീറ്റർ ഓടുന്ന ഒരാളാണ്. ഞാനൊരു 1 മന്ത് ബാക്ക് ഞാൻ ലിജിന്റെ കൂടെ 10 കിലോമീറ്റർ ഓടി മാരത്തോണിൽ. ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഈ വരുന്ന ഓഗസ്റ്റിലേക്ക് ഞാൻ 21 ഓടാൻ ബുക്ക് ചെയ്തെടുക്കുക. അപ്പൊ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യും, നമ്മൾ തന്നെ അതിന് പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഓടുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ലിജിന്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്നെ കൂടെ സാധിക്കില്ല. പക്ഷെ ലിജിൻ പറഞ്ഞു, നമ്മുടെ ബ്രെയിനിന്റെ ഒരു സൈഡ് പറയും പറ്റില്ല, അടുത്ത ബ്രെയിൻ പറയും ഓടിക്കോളാം. അങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് ഐ മെയ്ഡ് ഇറ്റ്. എനിക്ക് ആ മൊമെന്റിലും അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഈ സെയിം ഫീൽ. കാരണം നമ്മൾ ആ കഴിഞ്ഞ് ഓടിച്ചെല്ലുന്ന ഒരു 10 കിലോമീറ്റർ ഞാനാണ് ഓടിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1 കിലോമീറ്റർ ഓടിയിട്ടില്ല. ജീവിതത്തിൽ ഞാൻ അത്ര സ്പോർട്സ് പേഴ്സൺ ഒന്നല്ല. ഞാൻ അങ്ങനെ ക്രിക്കറ്റ് കളി എല്ലാം കാണാൻ പോകുന്നല്ലാണ്ട് ഞാൻ ഫിസിക്കലി ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം എൻ്റെ ആ ഒരു ജോലി, വർക്ക്, അക്കാഡമിക് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു എനിക്കിഷ്ടം.
അപ്പൊ അങ്ങനത്തെ മൊമെന്റ്സ് എനിക്ക് ഈ ജേണിയിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഐ ലൈക്ക് ഒരു ജേണി. നമുക്ക് ഓരോ ജേണി ഒരു ചലഞ്ച് ആണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ടെഡ് കഴിഞ്ഞ് മാരത്തൺ കഴിഞ്ഞപ്പോ ഞാൻ ലാസ്റ്റ് വീക്ക് എനിക്കൊരു ബിഗ് കീനോട്ട് സിഡ്നിയിൽ ഒരു വലിയൊരു ഇവന്റിൽ സംസാരിക്കാൻ പറ്റി. ഒരു 45 മിനിറ്റ് ക്ലോസ് ടു 1 hour ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കുകയാണ്. എന്നെ കേട്ടിട്ട് ഒരു ബിഗ് ക്രൗഡാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അത് നമ്മുടെ കഥ കേൾക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറയണ ഒരു എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു വേർഡ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, ഐ ലൈക്ക് ഇറ്റ്. അല്ലെങ്കിൽ അതൊരു ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളോടും അല്ല ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളോടും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പൊ ഇന്ന് എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ പിള്ളേരുടെ ഓരോ മൊമെന്റും ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ലൈഫ് ഈസ് ഡിഫറെന്റ്, ലൈഫ് ഈസ് മോർ മീനിങ് ഫുൾ എന്ന് പറയാം വേണമെങ്കിൽ. ശ്യാം മാരത്തൺ ഓടുന്നവരെ ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിന് ആണ് സെയിം. ഇപ്പൊ ഞാനിങ്ങനെ പറയാൻ ഇപ്പൊ നമ്മളൊരു റൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആണെങ്കിൽ, ഇപ്പൊ എനിക്ക് ലിജിൻ അല്ലെങ്കിൽ റാഷിദ് പോലെ ഞങ്ങള് ഒരു ബിഗ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായി. ഇപ്പൊ നമ്മൾ ഈ ജേണിയിലേക്ക് കടന്നു. ഇപ്പൊ സജിത്ത്, ഇപ്പൊ നമ്മളൊരു റാപ്പോ ബിൽഡ് ചെയ്തു. അപ്പോ നമ്മള് ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ, ദേ ആർ എപ്പോഴും ഹാപ്പി ടു ഹെൽപ്പ് അതേഴ്സ്. അല്ലെങ്കിൽ ഞാൻ വലുതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സജിത്ത് വലുതായി കഴിഞ്ഞാൽ എനിക്കൊരു പാരയാവുന്ന അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാര് ആ ലെവലിലില്ല. സാധാരണക്കാർക്ക് അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മള് വർക്ക് പ്ലേസിലൊക്കെ കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് അവൻ എന്നെ ഓവർടേക്ക് ചെയ്യുക, എന്റെ ജോലി ഇറ്റ് ഡസൻ, നമ്മുടെ മൈൻഡ് കുറച്ചൊന്ന് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല കാണാം. ഇപ്പൊ നമ്മളെല്ലാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും ചെയ്തും പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാനും ലിജിനും റാഷിദും ഇപ്പൊ പബ്ലിക് സ്പീക്കേഴ്സാണ്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ട്രെയിൻ ചെയ്യാൻ പോകാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാൻ പോകാറുണ്ട്, ഞങ്ങൾ വെബിനാർ പല കാര്യങ്ങളും നടത്താൻ പോകാറുണ്ട്. കാരണം ഞങ്ങൾ അത് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ലിജിന്റെ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് വന്നതോട് ഞാൻ ഓടാൻ പോയി തുടങ്ങി. ഇപ്പൊ ഞാൻ അടുത്ത പ്രാക്ടീസ് തുടങ്ങി. അപ്പൊ ഇതൊരു എന്താ പറയാ, വിൻ വിൻ ആണല്ലോ. സം ടോട്ടൽ ഓഫ് പീപ്പിൾ അറൗണ്ട് യു എന്ന് പറഞ്ഞാല് വെൽത്തിനെ കുറിച്ച് പറയുന്നതാണ്. പക്ഷെ എങ്കിലും ആറ്റിറ്റ്യൂഡ്സ്, മൈൻഡ് സെറ്റ്സ്, എവറിത്തിങ് ഇസ് ട്രാൻസ്ഫറബിൾ. അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ 100% ഞാൻ യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ലാസ്റ്റ് ഇപ്പം ശ്യാം നിർത്തിയ പോയിന്റ്, ഇപ്പം ഈ ഒരു നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ എത്തിക്കഴിയുമ്പോൾ, എനിക്കൊരു കസിൻ ഉണ്ട്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കസിനുമായിട്ടായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലെ ആളുകൾക്ക് എപ്പോഴും ഈ കോമ്പറ്റീഷൻ ആണല്ലോ. കൊച്ചിലെ തൊട്ട് അയൽവക്കത്തെ വീട്ടിൽ അവരെന്ത് ചെയ്തു, ആ ഒരു മകൻ അല്ലെ മോളെന്ത് ചെയ്യുന്നു, അവരെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും വളർത്തി വരുന്നത്. പക്ഷേ ഇപ്പൊ ശ്യാം പറഞ്ഞ പോയിന്റ്, നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആക്ച്വലി ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ, യു റെഡി ടു ഹെൽപ്പ് ദി അതർ പേഴ്സൺ ടു ഗ്രോ. പിന്നെ ഞാനെപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സജിത്തെ. ഇപ്പൊ നമ്മള് മറ്റുള്ള ആൾക്കാരെക്കാളും നല്ലതാവണതിനേക്കാളും എന്റെ ഒരു ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റ് എപ്പോഴും ഞാൻ ഇന്നലെ ആയിരുന്ന എന്നെക്കാളും എങ്ങനെ നന്നാവാന്നുള്ളതാണ്. ഐ തിങ്ക് ഐ ഓൾവേസ് ഡു ദാറ്റ്. ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ഇയർ കൂടെ എന്നെക്കാൾ എങ്ങനെ ഈ വർഷം നന്നാവാം, അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ എന്തോരം കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാം, എത്രത്തോളം കൂടുതൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം, എത്രത്തോളം കൂടുതൽ ആൾക്കാരുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാം. എന്റെ ഒരു പാഷനൊക്കെ ഇപ്പൊ ഇതാ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ ഇപ്പൊ അതാണ്. അല്ലാണ്ട് നമുക്ക് അടുത്ത ആളനെ എങ്ങനെ വലിച്ചു താഴെ ഇടാം, അല്ലെങ്കിൽ അവൻ എന്നെ പറ്റി നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ല, ലിറ്ററലി ഇല്ല. അതെ, ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട്, there are no competitors, there are only collaborators. നമ്മൾ അങ്ങനെ കാണുമ്പോഴല്ലോ നമ്മൾ ഈ കൊളാബറേറ്റ്, നമ്മൾ ശരിക്കും മത്സരിക്കുക എന്നുള്ളത് അത് രണ്ടാമത് വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം കൊളാബറേറ്റ്, മത്സരിക്കേണ്ട അവസരങ്ങൾ ഉണ്ട്, പക്ഷെ ആക്ച്വലി യു ഇംപ്രൂവ് യുവർ സെൽഫ്. ഞാൻ എവിടെയോ പിന്നെ വായിച്ചിട്ടുണ്ട്, എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും പറയുന്ന ഒരു കോമൺ കോട്ടാണ്, അവരുടെ സക്സസിനെ മെഷർ ചെയ്യുന്നത് നമ്പർ ഓഫ് പീപ്പിൾ ദേ ഇൻഫ്ലുവൻസ് ആണ്, നോട്ട് ദ വെൽത്ത് ദേ ഹാവ്. ഒരു പണക്കാരൻ, ഇപ്പൊ ജെഫ് ബെസോസ് ആണെങ്കിലോ ആരാണെങ്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വെൽത്ത് എത്രയാണ് കാണാപ്പാടോന്ന് അറിയത്തില്ല. They don't really worry about the money. But അവരൊക്കെ പ്രൗഡ് ആയിരിക്കുന്നത് എപ്പോഴും അവർ പറയുന്ന മൊമെന്റ്സും കാര്യങ്ങളും എല്ലാം ഹൗ ദേ ഇൻഫ്ലുവൻസ് ദ വേൾഡ് ആണ്. നമുക്ക് ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ, പക്ഷെ അവർക്ക് ദേ കൻ ഇൻഫ്ലുവൻസ് ദ വേൾഡ് and they are trying to do that. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഒരു ബിസിനസ് ജേണിയിലേക്ക് കടന്നപ്പോ ഞങ്ങള് 3 പേര് അങ്ങോട്ട് ഞാൻ ഇവരെ പോലെ തന്നെ എനിക്ക് വേറെ 1-2 ബിസിനസ്സുകളിൽ ഞാൻ പാട്ടാ. പക്ഷെ നമ്മളിപ്പോ പറയണ ഒരു കാര്യമുണ്ട് സജിത്ത്, അതായത് നമുക്ക് പൈസ നമ്മൾ ഫോളോ ചെയ്യും.
ബി എ പേഴ്സൺ ഓഫ് വാല്യൂ. അത് നമ്മളെങ്ങനെ വെരി ക്രിയേറ്റീവായിട്ട് മറ്റുള്ള ആൾക്കാരിൽ ചേഞ്ച് കൊണ്ടുവരുത്താൻ നമുക്ക് പറ്റുമോ, അതിനനുസരിച്ച് മണി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാണ്ട് നമ്മൾ പൈസ ആരാ പറഞ്ഞത്, ദ ബെസ്റ്റ് തിങ് ടു ലൂസ് മണി ഈസ് ടു ചേസ് മണി എന്ന്. Yeah. അത് അതൊരു ഫാക്റ്റാ. കാരണം നമ്മൾ അതൊരു ഒരു മിഥ്യയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലൈഫില് എനിക്ക് ഒത്തിരി ഞാൻ മരണത്തെ പറ്റി ഒത്തിരി സംസാരിക്കുന്ന ഒരാളാ. പല സ്റ്റേജുകളിൽ ഞാൻ സംസാരിക്കുന്ന ആളാ. കാരണം ലൈഫ് അത്രയ്ക്കൊരു നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാനുള്ള ഒരു ആയുസ്സൊന്നും നമുക്കില്ല. അപ്പൊ Yeah. നമുക്കൊരു 30s 40s കഴിഞ്ഞ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് നോക്കി കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് പോയെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ്. നമ്മളിപ്പോഴും ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തി എന്നുള്ളത്, ഇത്രയും പ്രായം നമുക്കായി എന്നുള്ളത് ഒരു അൺബിലീവബിൾ അല്ലേ. അതേ Yeah. അത്ര സ്പീഡ് തന്നെ മുന്നിലോട്ട് നോക്കിയാലും ഉണ്ടാവുള്ളൂ. നമുക്ക് അതിനുള്ള ഒരു സമയമില്ല ഈ ജീവിതത്തില്. അപ്പോൾ ഉള്ള സമയം നമുക്കൊരു എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ അത്രയും കൂടി ഒരു ലിജിൻ പറഞ്ഞ പോലെ ഒരു കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ലെഗസി അല്ലേ. Yes. അപ്പൊ അതിലാണ് പാഷൻ ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് നമുക്കൊരാളെ വലിച്ചു താഴ്ത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ. അയാള് Yeah. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ അടുത്ത് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റൂല, നമ്മൾ അതിന് ട്രൈ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു Yeah. ഈ Correct. എൻജോയ് ചെയ്യാന്നുള്ള ഇത് തന്നെ ഒരു മിത്താണ്. ഇപ്പൊ നമ്മള് ലൈഫ് ഷോർട്ടാണ്, എൻജോയ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അതിന്റെ ശരിക്കുള്ള മീനിങ് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ വേസ്റ്റ് ആക്കുക എന്നുള്ളതല്ല. എൻജോയിങ് ഈസ് ആക്ച്വലി നമ്മളൊരു ഐസ്ക്രീം എൻജോയ് ചെയ്യുന്ന എങ്ങനെയാ, നമ്മൾ അതെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ആ ടേസ്റ്റിനെ എൻജോയ് ചെയ്യുക ചെയ്യുന്നത്. അതെ. ലൈഫിന്റെ ടേസ്റ്റ് എന്തുവാ? ലൈഫിന്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ മൊമെന്റ്സ്. Yeah. It's what you're gonna live for it. It's what you provide for others. ആ ഐസ്ക്രീം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിന്റെ എൻജോയ്മെന്റ്. നമുക്ക് തരുന്ന ആ Yeah. ഡോപ്പമിനാണ് അതിന്റെ എൻജോയ്മെന്റ്. ആ എൻജോയ്മെന്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ സമയം വേസ്റ്റ് ചെയ്ത് ചുമ്മാ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് അവസാനം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് യു ഹാവിന്റ് എൻജോയ്ഡ് യുവർ ലൈഫ്. ലൈഫ് ഷോർട്ടാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും 25 വയസ്സ് വരെ ജീവിക്കുന്നവരാ. നമ്മൾ നേരത്തെ മരിക്കും എന്നുള്ളത് ഇതിന്റെ പ്രോബബിലിറ്റി ഈസ് ലെസ് ദാൻ യു വുഡ് ലീവ് ലോങ് അല്ലേ. അപ്പൊ Yeah. നമ്മള് ഇപ്പൊ മരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് കുറച്ച് പെട്ടെന്ന് എൻജോയ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നമുക്ക് ആവശ്യമായിട്ട് ഭക്ഷണമാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ആ സമയം എൻജോയ് ചെയ്യുന്ന റൈറ്റ് ആയിട്ട് എൻജോയ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ലൂസിങ് അഗെയിൻ. നമ്മള് ലൈഫിനെ ചെറുതായിട്ടുള്ള ലൈഫിനെ വീണ്ടും ചെറുതാക്കേണ്ട അതെ അതെ. ആവശ്യമില്ല. ഞാൻ ആ ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതിനെ കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് മീനിങ് ഉള്ള ഒരാളാണ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എന്റെ ടെഡെക്സിൽ ചെയ്ത ടോപ്പിക് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് 1000 days എന്നാണെന്നു. അതായത് ആദ്യത്തെ 1000 ദിവസങ്ങളും ഒരു മനുഷ്യന്റെ അവസാനത്തെ 1000 ദിവസങ്ങളും. കാരണം ഞാൻ ആദ്യത്തെ 1000 ദിവസങ്ങൾ ഉദ്ദേശിച്ച് എനിക്ക് ആ സമയത്താണ് എന്റെ മകനുണ്ടായ സമയത്ത് ആദ്യത്തെ 1000 ദിവസം ലാസ്റ്റ് ഒരു ഫസ്റ്റ് 1 or 2 years ഓഫ് അവന്റെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തർക്ക് ഉണ്ടായിരുന്ന ഒരു ജീവിതം. ലാസ്റ്റ് 1000 days എന്ന് വെച്ചാൽ അവസാനത്തെ ഒരു മനുഷ്യൻ കടന്നു പോണ 1-2 വർഷങ്ങൾ. അതിന്റെ ഇടയിലാണ് നമ്മളെല്ലാരും 100%. പക്ഷെ ഒരു കാര്യം നമുക്കറിയില്ല, നമ്മുടെ ലാസ്റ്റ് 1000 days, അതായത് എന്റെയും സജിത്തിന്റെയും ലോകത്തുള്ള ആരുടെയും ലാസ്റ്റ് 1000 days എന്നാണ് തുടങ്ങുന്നത് എന്ന് പോലും നമുക്കറിയില്ല. Yeah. അത് നമ്മൾ വി ഹോപ്പ് വി വിൽ ലിവ് അണ്ടിൽ 80s or 90 or whatever age. ബട്ട് എത്ര പേര്, ഞാൻ പറഞ്ഞില്ല, എന്റെ ലൈഫിൽ ഏറ്റവും ഒരു ഇമ്പൾസീവ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. 2000 ഞാൻ ജോലി ഇറങ്ങണേക്കാൾ 3-4 മാസം മുമ്പ് എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. എന്റെ സെയിം ഏജാ, ഞങ്ങൾ ഒരേ പ്രായം, ഒരു ദിവസത്തിന്റെ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ടിപ്പിക്കലി ലൈക്ക് മീ, ഞങ്ങൾ ഒരേ ഇൻട്രസ്റ്റുകളുള്ള ആൾക്കാരായിരുന്നു, ഞങ്ങൾ ഒത്തിരി ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവനും എന്നെ പോലെ പുറത്തായിരുന്നു, വെരി വർക്കഹോളിക് ആയിരുന്നു. ആ സമയത്ത് ഓൾ ഓഫ് എ സഡൻ ഹി ഡൈഡ്. അവന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാള്. അപ്പൊ ലൈഫ് അത്രേ ഉള്ളൂ. നമ്മൾ വേറൊരു ആംഗിളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയൊക്കെ ഉള്ളൂ ലൈഫില്. അങ്ങനെ വെരി ഷോർട്ട് ആയിട്ടുള്ള ലൈഫിൽ നമ്മൾ എന്തിന് നമ്മൾ ആവശ്യമില്ലാത്തതിന്റെ പുറകെ പോകണം, അല്ലെങ്കിൽ ഡു വാട്ട് യു ലൈക്ക്. Yes. അത്രേ ഉള്ളൂ. എന്റെ ഒരു പ്രിൻസിപ്പിൾ അത്രേ ഉള്ളൂ. ഡു വാട്ട് യു ലൈക്ക്. നിനക്കറിയില്ല, എനിക്കറിയില്ല എന്താണ് നമ്മൾ ഇവിടുന്ന് ഈ ഇന്റർവ്യൂ കഴിയുമെന്ന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ല. അത്തരം ജീവിതത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Yeah. Correct. അപ്പോ ഐ തിങ്ക് ബി പോസിറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് നല്ലത് ചെയ്യണതോട് കൂടി തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ലൈഫിന്റെ ഒരു ബ്യൂട്ടി. Yes. ഇനി നിങ്ങളുടെ ഇപ്പം ഈ ഒരു ജേർണിയിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാർട്ട് ഓഫ് ദ ലൈഫാണെന്നറിയാം. ലൈക്ക് നിങ്ങളൊരു സെൽഫ് ഇംപ്രൂവ്മെൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ്, അതിൽ ഉപരി
എപ്പോഴും നിങ്ങളുടെ സംസാരങ്ങൾ പോഡ്കാസ്റ്റിലെടുത്താൽ പോലും പല ടോപ്പിക്സ് പോലും കടന്നു പോകുന്ന ഒരു സ്പെസിഫിക് ഒരു സെഗ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോഴത്തെ ആളുകൾ മറന്നു പോകുന്ന ഒരു സെഗ്മെൻറ്റാണ് ബുക്സ്, പുസ്തകം Yeah. അല്ലെങ്കിൽ റീഡിംഗ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വെച്ചിട്ടാണ് എൻ്റെ അടുത്തൊരു ചോദ്യം വരുന്നത്. ലൈക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ ഷ്യാമിൻ്റെ കേസിൽ ഷ്യാം പറഞ്ഞ ഒരുപാട് ചേഞ്ചസ് വരുന്നതൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരുപാട് ബുക്സ് വായിച്ചു എന്നാണ് എടുത്ത് ഷ്യാം പറഞ്ഞത്. അതെ. അപ്പോൾ ലിജിൻ തന്നെ പല ബുക്സിലെ പല കോട്ടുകളുമാണ് എടുത്ത് പറയുന്നത്. അപ്പം ബുക്സ് വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത്ര ബുക്സ് വായിച്ച് തീർത്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒന്നാമതായിട്ട് ചോദിക്കാം, നിങ്ങൾ എന്ത് ടൈപ്പ് ബുക്സ് ആണ് കൂടുതൽ? പല ആൾക്കും പല ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ എന്ത് ടൈപ്സ് ബുക്കാണ് വായിക്കുന്നത്? ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഗസ് ഉണ്ട്, പക്ഷെ എന്നാലും അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ബുക്സ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ആ ബുക്സ് വായിച്ചത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ശ്യാം തന്നെ തുടങ്ങുകയാണ് നല്ലത്. ഞാനൊരു ചെറുപ്പം തൊട്ടേ ഒത്തിരി റീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും ഞാൻ സെലക്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് നോർമൽ ഫോർ എവ്രി വൺ. ഇപ്പം ഞാൻ കുട്ടിക്കാലത്ത് ബാലരമ വായിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ആ ഒരു ടീനേജ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു റൊമാൻറ്റിക് നോവൽസ്, അങ്ങനത്തെ ഒരു നോൺ ഫിക്ഷൻ, ഒരു ചേതൻ ഭഗത്തും ഒക്കെ പോലെയുള്ള ആൾക്കാരെ കൂടെ കടന്നുപോയി. പിന്നെ ഒരു കാര്യം, ഞാൻ ജോലിയിലേക്ക് കടന്നതിന് ശേഷം കൂടുതലും ഒരു മാനേജ്മെന്റ്, ലീഡർഷിപ്പ്, അങ്ങനത്തെ ഒരു വർക്കിലേക്ക് വേണ്ട പുസ്തകങ്ങളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ജോലിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ലിറ്ററലി ഐ സ്റ്റാർട്ടഡ് റീഡിങ് ഫൈനാൻസ്. നമ്മൾ ജോലിയിലിരിക്കുമ്പോൾ നമുക്ക് ഫൈനാൻസിനെ പറ്റിയിട്ട് അറിയണ്ട, കാരണം നമുക്ക് പേ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെപ്പറ്റി അറിയണ്ട, പഠിക്കണ്ട, കാരണം നമ്മൾ ഒരു കൂലിക്കാരനാ. ഞാൻ അവിടെ ചെന്ന് മണിക്കൂറിന് സമയം കിട്ടുക. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് കിട്ടിയത് പിന്നീട് ഞാൻ ആ ഒരു ഫൈനാൻസ് ലൈഫ് റിലേറ്റഡ് ബുക്സ് വായിച്ചപ്പോഴാണ്. പിന്നെ ഞാനൊരു സ്റ്റേജ് ഓഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഫൈനാൻസ് ബുക്ക് വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാം ഒരു പരിധി വരെ എല്ലാം ഞാൻ കവർ ചെയ്യാൻ ആ ഒരു സമയങ്ങളിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആ ഫൈനാൻഷ്യലി വൾണറബിൾ ആണെന്ന് തിരിച്ചറിയുന്ന സമയം തൊട്ട് ഞാൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ വായിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഒരു സെൽഫ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്ന ബുക്കുകൾ. ഇപ്പൊ നമ്മുടെ ഒരു തോട്ട് ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് ഒരാൾ എഴുതണത് അയാളുടെ ഒരു ലൈഫിലെ മൊത്തം എക്സ്പീരിയൻസിന് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഒരു ബുക്ക് ഉണ്ടാവുന്നത്. ഞാൻ ഒത്തിരി എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ അതിനേക്കാളും അത്തരം ഒരു സംഭവം എഴുതാൻ ഒരാൾ എടുക്കുന്ന എഫേർട്ട്, കാരണം അത്രയും ഇമോഷണലി അയാൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ബുക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ബുക്ക് നമ്മൾ വായിക്കാന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ ജീവിതം നമ്മൾ ജീവിക്കുകയാണ്. റാൻഡം ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരു കോട്ട് പറയാണ്, അതായത് നമ്മളൊരു റാൻഡം ഒരു കോട്ട് ലൈഫിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ആ കോട്ടിൽ എന്നെ കാണുന്നത്. അപ്പൊ ഞാൻ ഈ വായിച്ച പുസ്തകങ്ങളിലെല്ലാം ആ ആൾക്കാരുടെ ജീവിതത്തിലെല്ലാം എനിക്ക് എന്റെ ഓരോ അംശം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ ചേഞ്ച് ചെയ്യും, 100% ചേഞ്ച് ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്ന് വെച്ചാൽ ലിവിങ് എ ലൈഫ് ഇൻ ക്രസൻഡോ എന്ന് പറയും. അതായത് ഒരു സ്റ്റീവൻ കോയി എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരന്റെ, നമ്മള് ഇങ്ങനെ അവസാനം നമ്മളൊരു ശബ്ദവും താളവും ഒക്കെ മുഴങ്ങി ഉയർന്നു പോകണ ഒരു താളം പോലെ ജീവിക്കുക. ക്രസൻഡോ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ ടൈമാ. അതായത് നമ്മള് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ദ ബെറ്റർ വേർഷൻ ഓഫ് യു hasn't come yet, it is coming tomorrow. അതായത് നാളേനെ ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കുക, rather than നമ്മൾ പാസ്റ്റിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മള് കഴിഞ്ഞു പോയ കാരണത്തിൽ നമ്മള് ലിമിറ്റഡ് ടൈമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നാളെ എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം, എങ്ങനെ എത്രയും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അങ്ങനെ പറയേണ്ട ഒരു ബുക്ക്. അപ്പൊ ഞാനത് വായിക്കുമ്പോൾ ഐ ക്യാൻ സീ മൈസെൽഫ് ഇൻ ഇറ്റ്. എനിക്ക് ഞാൻ കടന്നുപോയ വഴികൾ എനിക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവര് തരുന്ന കുറെ ടിപ്സ് നമുക്ക് ലൈഫ് ചേഞ്ചിങ് 100% ലൈഫ് ചേഞ്ചിങ് സജിൻ. ഞാൻ ഒത്തിരി വായിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും ഞാൻ വായിക്കുന്ന ഒരാളാണ്. എനിക്ക് വായന എന്ന് പറയുന്നത് ഒരു നോൺ നെഗോഷ്യബിൾ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. തള്ളല്ല, പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം വേണമെങ്കിൽ ഒരു ക്ലോസ് ടു 50 ബുക്സ് ഞാൻ ബിഗ് വായിച്ചിട്ടുണ്ട്. ഇത്തവണ ഞാൻ 140 പുസ്തകം വായിക്കുന്നതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഐ ഹാവ് ഡൺ സോർട്ട് ഓഫ് ക്ലോസ് ഹാഫ് ആയിട്ടുണ്ട്, പക്ഷെ ഐ വിൽ മേക്ക് ഇറ്റ്. ഓ നൈസ്. ലിജൻ? എന്റെ സ്റ്റോറി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ ചെറുപ്പത്തിൽ ബുക്ക് വായിക്കത്തില്ലായിരുന്നു. മനോരമ പോലും മറ്റേ ബാലരമ തന്നെ കഷ്ടി വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നേ പിന്നെയാണ്, ഞങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്ത പിന്നെയാണ് പിന്നെ ബുക്ക് വായിക്കാൻ തുടങ്ങിയത്. എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ബുക്സ് ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ മാരത്തോൺ ജേർണിയും എന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം എടുത്ത ബുക്കാണ് ആറ്റോമിക് ഹാബിറ്റ്സ്. അത് ഒത്തിരി സമയം എടുത്ത് വായിച്ചു തീർക്കാനായിട്ട്, കാരണം എനിക്ക് I never had that habit of reading. പക്ഷെ അവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്ത്
എനിക്ക് നല്ല ശ്യാമിന്റെ കുറച്ച് അഡ്വൈസും അങ്ങനെയൊക്കെ കിട്ടി. ഇപ്പം നന്നായിട്ട് ഒത്തിരി ബുക്കുകൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആ സീരീസ് ഉള്ളത് കൊണ്ടും ഞങ്ങൾ എല്ലാ ബുക്കുകളും വായിച്ചിട്ടാണ് നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാറ്. അപ്പം അത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശ്യാം പറഞ്ഞ എന്താ എനിക്കും പറയാനുള്ളത്. ഞാൻ ഓരോ ബുക്ക് വായിക്കുമ്പോഴും ഇപ്പൊ ഇന്നലെ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഗ്രിറ്റ് ആണ്. കുറച്ച് നാളായി, പക്ഷെ അത് വലിയ ബുക്കുവാ. ഏഞ്ചല ഡെക്വർത്തിന്റെ. അപ്പൊ ഞാൻ ഇന്നലെ വായിച്ചുകൊണ്ടിരുന്നത് പേരന്റിങ്ങിനാണ്. ഹൗ ടു യൂസ് ഗ്രിറ്റ് ഇൻ പേരന്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു പാട്ടുണ്ട്. Yeah. ഞാൻ എന്റെ കൊച്ചിന്റെ കൂടെ, എന്റെ മൂത്ത മകന്റെ കൂടെ എപ്പോഴും ട്രൈ ചെയ്യുന്നൊരു, ഞാൻ ഇന്നലെ അത് ട്രൈ ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയുന്ന കാര്യമുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ യു ഹാവ് ടു ബി എ ഡിമാൻഡിങ് പാരന്റ് ആൻഡ് ഓൾസോ എ സപ്പോർട്ടീവ് പാരന്റ് എന്ന്. അപ്പോൾ ഡിമാൻഡിങ് ആയിരിക്കണം, ഡിമാൻഡ് വെച്ചാൽ യു ഷുഡ് ടെൽ ദം വാട്ട് യു വാണ്ട് ഫ്രം ദം, ബട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇന്നലെ അവന് സോക്കറിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പാപ്പി, അവന് പാപ്പി ഇടൻ എന്നാണ് ശരിക്കും പേര്, ഞങ്ങൾ പാപ്പി എന്ന് വിളിക്കുന്നത്. പാപ്പി ഇങ്ങനെ സോക്കറിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ നോ യു ക്യാൻ ഡു ബെറ്റർ ആൻഡ് ഐ എക്സ്പെക്ട് ബെറ്റർ ഫ്രം യു എന്നുള്ളത്. ആ രണ്ടും ഒരുമിച്ച് ഞാൻ ഒരിക്കലും അത് ഒരുമിച്ച് പറയാറില്ല. യു ആർ സപ്പോർട്ടീവ്, ഐ നോ യു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ ആൻഡ് ഐ എക്സ്പെക്ട് യു ടു ഡു ബെറ്റർ എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് ബൾബ് കത്തിയായി പോയി. ഓക്കെ, പുള്ളി പറഞ്ഞു ഓക്കെ, ഞാൻ സോക്കർ ബോർഡ് എടുത്തോണ്ട് പുള്ളി പ്രാക്ടീസ് ചെയ്യാൻ പോയി. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ദാറ്റ് തിങ്സ് ബുക്സ് മേക്ക് ഇൻ യുവർ ലൈഫ്. മനസ്സിലായത്? ഞാൻ അതെന്റെ തലേന്ന് ഒരിക്കലും പോകത്തില്ല. അത് ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ലൈഫ്. ഇപ്പൊ അറ്റോമിക് ഹാബിറ്റ്സ് ഞാൻ ആ മാരത്തോൺ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം അറ്റോമിക് ഹാബിറ്റ്സിൽ പറഞ്ഞ മറ്റേ മേക്കിംഗ് ഇറ്റ് ഒബ്വിയസ്, മേക്കിംഗ് ഇറ്റ് അട്രാക്റ്റീവ്, മേക്കിംഗ് ഇറ്റ് ഈസി എന്നൊക്കെ ഉള്ളത് ഞാൻ ശരിക്കും അപ്ലൈ ചെയ്തൊരു മനുഷ്യനാണ്. കറക്റ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് അത് അങ്ങനെയാണ് ഞാൻ ഇപ്പം ഇപ്പോഴത്തെ എന്റെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി ഞാൻ ചേഞ്ച് ആക്കി. എങ്ങനെയാണ് ഞാൻ എന്റെ എഫോർട്ട് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം കിട്ടാൻ. അതേപോലെ തന്നെ എനിക്കൊരു ശീലമുണ്ട്. ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ട് ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് ഒൺലി ഇൻ ജിമ്മാണ്. വേറെ എങ്ങും കേൾക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് പോഡ്കാസ്റ്റ് കേൾക്കാൻ. പക്ഷെ ഞാൻ അവിടെ മാത്രമേ, അത് ഇറ്റ് ലെറ്റ്സ് മീ ഗോ ദേർ. അപ്പൊ ഇപ്പൊ ഞാനത് ചിലപ്പം പോഡ്കാസ്റ്റ് വരെ ഓഡിയോ ബുക്സ് കേൾക്കും. അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്യും. സോ ഇറ്റ് ഡെഫിനറ്റ്ലി, as ഞാൻ പറഞ്ഞ പോലെ, ഡെഫിനറ്റ്ലി ചേഞ്ചസ് യുവർ ലൈഫ്. ഇറ്റ് ഡെഫിനറ്റ്ലി ഗിവ്സ് യു certain things. അതേപോലെ തന്നെ ഹെൻറി ഫോർഡിന്റെ ഒരു വാക്ക്, ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ് യു ക്യാൻ, ഇഫ് യു വാണ്ട് ടു ബി അൺസക്സസ്ഫുൾ ഇൻ ലൈഫ് യു ക്യാൻ. അങ്ങനെയല്ല ടേം ഫുൾ അങ്ങനെയല്ല, പക്ഷെ എങ്കിലും അതിന്റെ ഒരു വേർഡ്, ആ മൈൻഡ് സെറ്റ് ആണ് എല്ലാത്തിലും എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് തലയിരിക്കും അതിങ്ങനെ. അപ്പൊ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന് ടിങ് പറഞ്ഞു വരും. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ചലഞ്ച് വരുമ്പോഴത്തേക്കും ഓക്കെ, ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നതിന്റെ കുഴപ്പമായിരിക്കാം, ലെറ്റ്സ് തിങ്ക് ദ അതർ വേ എന്ന് ചിന്തിക്കാൻ തോന്നുന്നു. ദാറ്റ്സ് ബുക്സ്. വാവ്. ഓ, നിങ്ങളുടെ ടോക്കിൽ നിന്ന് ഒരുപാട് സെഗ്മെന്റ്സ്, ഇപ്പം സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളൊരു സംഭവം ആഗ്രഹിക്കുന്ന, അതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ബുക്സ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിക്കലി ഇപ്പോൾ ജിമ്മിൽ വേണ്ടിയിട്ട് എല്ലാവരും ജനുവരി 1 റെസൊല്യൂഷൻ എടുത്ത് ജിമ്മിൽ ചാടി കയറി പോകും. ഒരാഴ്ച കഴിഞ്ഞ് കഥം, അതോടെ ആ ഇൻസ്പിറേഷൻ അവിടെ തീരും. അപ്പം എല്ലാ ആളുകൾക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നിങ്ങളെ പറഞ്ഞ നിങ്ങളെ ജേർണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പല സെഗ്മെന്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളെ തന്നെ അപ്സ്കിൽ ചെയ്യുന്നു എവറി ഡേ. ഇപ്പോൾ ബുക്സ് വായിക്കുന്ന കാര്യം, ശ്യാമായാലും രാവിലെ ബുക്സ് ഇന്ന് വായിച്ച ബുക്കിനെ പറ്റി തന്നെ പറഞ്ഞു. ഇപ്പം ഗ്രിറ്റ്, ഇപ്പം ഏഞ്ചല ഡെക്വർത്തിന്റെ ബുക്ക്, പുള്ളിക്കാരുടെ ടെഡെക്സ് സ്പീച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ യു ട്രൈങ് ടു ലേൺ, പഠിക്കാൻ ശ്രമിക്കുക. മെജോറിറ്റി ആളുകളുടെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്ത്, ഒരു പോയിന്റ് കഴിയുമ്പോൾ പീപ്പിൾ വിൽ സേ എല്ലാം അറിയാവുന്നൊരു മട്ടാവും, പിന്നെ ഒരു പഠനമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കോൺസ്റ്റൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് അടുത്ത എൻ്റെ ഒരു ചോദ്യം മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്, യു ഹാവ് ടു, ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയത് യു ഹാവ് ടു ലേൺ. ഇങ്ങനത്തെ കാര്യങ്ങൾ സ്പെസിഫിക്കലി കനോട്ട് സ്റ്റോപ്പ്, യു ഹാവ് ടു ലേൺ എവറി ഡേ, ഇറ്റ്സ് ചേഞ്ചിങ്, യു ഹാവ് ടു ലേൺ. അപ്പം വളർന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങളുടെ പോഡ്കാസ്റ്റ് വളരെ ഇൻട്രസ്റ്റോടെ കേട്ട് ഇരുന്ന ഒരു സമയം എനിക്കുണ്ട്. ഞാനത് ബ്രേക്കിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കൊള്ളാം, ഇത് പല കാര്യങ്ങളും എനിക്ക് തന്നെ ഇപ്പം ലിജി പറഞ്ഞ ടിങ് എന്ന് പറയുന്ന തലയിൽ കത്തുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നത്. അപ്പം ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ, ഇതിപ്പം ഉപദേശം ആർക്കും ഇഷ്ടമല്ല, എന്നാലും നിങ്ങളെപ്പോലെ ഇങ്ങനെ മാറ്റിയെടുത്ത് നിങ്ങൾ ചെയ്ത വ്യക്തികളാണ്, നിങ്ങളത് അക്കംപ്ലിഷ് ചെയ്ത വ്യക്തിത്വങ്ങളാണ്. അപ്പം നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. അപ്പം വരുന്ന ആളുകളെ നിങ്ങളെ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യം ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പം ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ വളർന്നു വരുന്ന ഓൺടർപ്രണേഴ്സ് ആവട്ടെ, ഒരു ജോലി ക്വിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാകട്ടെ, ഒരു മാരത്തോണിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരാളാകട്ടെ, ഒരു ടെഡെക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരാളാകട്ടെ, എല്ലാ സെഗ്മെന്റ്സും എടുത്താലും ഇതെല്ലാം നെക്സ്റ്റ് ലെവൽ ഓഫ് ലൈഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ രണ്ടുപേരുടെ സൈഡിൽ നിന്നുള്ള അഡ്വൈസ് ഒന്ന് പറയാമോ?
ഞാനത് അഡ്വൈസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, അഡ്വൈസ് ഞാൻ പേര് ഞാനൊരു സ്റ്റോറി പറയാം. ഞാൻ യെസ്. ഇപ്പൊ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓണ്ടർപ്രണർ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ വെരി വെൽ പെയ്ഡ് ആയിട്ടുള്ള ജോബിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം എനിക്കറിയാവുന്ന ജോലി ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഫിനാൻഷ്യൽ ബർഡൻ ഇസ് ഹൈ, സ്റ്റേക്സ് ആർ ഹൈ. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. എന്റെ ഫാമിലിനെയും എന്റെ വൈഫിനെ അറിയാമായിരുന്നു ഓൾറെഡി. ഞാൻ എന്റെ മൂത്ത കൊച്ചിനെ, അവൻ 6 വയസ്സുണ്ടായിരുന്നു. അപ്പം വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, പാപ്പി, അപ്പ ജോലി ക്വിറ്റ് ചെയ്തു, അപ്പ ഇസ് ഗോണ സ്റ്റാർട്ട് എ ബിസിനസ് ആൻഡ് ഡു ദിസ്. സോ ഇനി കുറച്ച് നാളത്തേട്ട് നീ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മേടിച്ചു തരാൻ പറ്റത്തില്ല. അപ്പടെ ഇതില്ല. പക്ഷെ വൺസ് എന്ന് പറഞ്ഞില്ല, എന്റെ ബിസിനസ് സക്സസ്ഫുൾ ആയി കഴിയുമ്പം ഐ വിൽ ബി ഏബിൾ ടു ബൈ യു തിങ്സ് ദാറ്റ് യു നീഡ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വൈഫിനോടും എന്റെ വൈഫിനോടും ഇതേ സെയിം ഡിസ്കഷൻ ഞാൻ ചെയ്തായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ പോകുമ്പോഴും ഓരോ കാര്യങ്ങൾ മേടിക്കുമ്പോഴും അവൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ക്യാൻ വി അഫോർഡ് ഇറ്റ്? അല്ലെങ്കിൽ ഇടയ്ക്ക് ചോദിക്കും, അപ്പൊ ഹൗ സക്സസ്ഫുൾ ഈസ് യുവർ ബിസിനസ്? ആർ യു സക്സസ്ഫുൾ എന്നല്ല, ഹൗ സക്സസ്ഫുൾ ഈസ് യുവർ ബിസിനസ് എന്ന് ചോദിക്കും. സോ ഞാൻ ആ ജേർണി എന്ന് ആദ്യമേ പറഞ്ഞു, ഞാൻ ജേർണിയുടെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞോടെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് യുവർ ഫാമിലി ആൻഡ് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജേർണി. അപ്പം ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് അടിപൊളി, നമുക്ക് എന്താ പറയുക, 1% പാർട്ടാണ് ഒരു മില്യണർ ആവണം എന്ന് പറയുന്നത്. അതൊരു ഈസി ജേർണി അല്ല. സോ ടേക്ക് യുവർ ഫാമിലി വിത്ത് യു. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തന്നെ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് അവരെ ആ ജേർണിയിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് യു വാണ്ട് ഈസ് എ പീസ്ഫുൾ ലൈഫ്, അല്ലേ? നമ്മൾ ഫ്രീഡം, പീസ്, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇതെല്ലാം, പൈസയും വെൽത്ത്, നോളജ്, ലേണിങ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ടേക്ക് യു ഫാമിലി വിത്ത് യു ഇൻ യുവർ ജേർണി. അതിപ്പോ ഏത് ജേർണി ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ 9 to 5 ആണെങ്കിലും നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുമെന്ന് വെച്ചോ, അപ്പം അതിലും പറയുക അവരോട്, go and have an open conversation with your family, with your kids. എന്റെ മോന് ഞാൻ what I wanted him to learn is not that there's going to be a bit of trouble. അവന് ഒരു മോനുണ്ടാകുമ്പോഴും അവന് ഇത് ഈ കോൺവെർസേഷൻ ഉറപ്പായിട്ട് ഓർത്തിരിക്കും. അപ്പൊ അവരോട് ആ ഓപ്പൺ കോൺവെർസേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇറ്റ്സ് വിവിഡ്ലി ക്ലിയർ ഫോർ ഹിം. അപ്പൊ എല്ലാവരോടും അവനത് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പായിപ്പോയി. അപ്പൊ നമ്മൾ ദാറ്റ്സ് ഹൗ യു ക്രിയേറ്റ് ഇത്. സോ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പറഞ്ഞു എന്തിനെന്ന് വെച്ചിട്ട് ആൾക്കാർ 9 to 5 ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് പോവാം എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അങ്ങനെയല്ല. ഞാൻ ആ ഫാമിലിനെ കൊണ്ടുവരിക, അവരെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക. ഇപ്പൊ എന്റെ അതാണ് എനിക്ക് ഉപദേശം എന്നല്ല എന്റെ റിക്വസ്റ്റ്. Okay. That's what I want to say. And everything, it's about learning. It's about understanding yourself. It's about talking to yourself. It's about the internal dialogue that you have in them. ശ്യാം ഇതിന്റെ വലിയൊരാളാണ്. പക്ഷെ നോട്ട് സ്റ്റീലിംഗ് ഇറ്റ് ഫ്രം ഹിം. ബട്ട് നമ്മള് വാട്ട് യു ടോക്ക്, ശ്യാം എന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞത് നമ്മള് what story are you telling yourself? What are you inside you? എന്താണ് ആ ഐഡന്റിറ്റി? എനിക്ക് ഐഡന്റിറ്റി ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. അപ്പം ചേഞ്ച് യുവർ ഐഡന്റിറ്റി. ഡോണ്ട് സേ ദാറ്റ് യു ആർ എ സ്ലേവ്, യു ആർ എ സ്ലേവ് ഓഫ് മണി. അല്ല, യു ആർ ഓണർ ഓഫ് യുവർ സെൽഫ്. ഞാനൊരു റണ്ണറാണ്, ഞാനൊരു ജിം ഇതാണ്. ഇത് പറ്റാത്തതിന്റെ കാരണം അത് തന്നെയാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇപ്പോഴും സെഡൻഡറി ആയിട്ട് തടിയുള്ള ഒരു തടിയനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മടിയനായിട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൂലിപ്പണിക്കാരനായിട്ടാണ്. അല്ല, അതൊന്നുമല്ല. നമ്മളൊരു റണ്ണറാണ്. ഞാനൊരു ബോഡി ബിൽഡറാണ്. ബോഡി ബിൽഡർ ആവാൻ വലിയ മസിലൊന്നും വേണ്ട. ബോഡി ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന എല്ലാവരും ബോഡി ബിൽഡേഴ്സാണ്. അപ്പം നമ്മൾ ഐഡന്റിഫൈ ആസ് എൻ ഓൺട്രപ്രണർ. നടുക്ക് നിൽക്കരുത്. ഇച്ചിരി ഓൺട്രപ്രണർ ആണ്, ഇച്ചിരി ജോലിക്കാരാണ്, അങ്ങനെയല്ല. യു ആർ എൻ ഓൺട്രപ്രണർ. അത് ചെയ്യുമ്പം, നിങ്ങൾ ജോലി ചെയ്യുമ്പം യു ആർ എൻ എംപ്ലോയി. സോ ബി ക്ലിയർ അബൌട്ട് യു ആർ എ ഫാദർ, യു ആർ എ സൺ, യു ആർ എ എന്താ പറയുക, ഹസ്ബൻഡ്. ബി ക്ലിയർ അബൌട്ട് യുവർ ഐഡന്റിറ്റി. നമ്മൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് യുവർ ഐഡന്റിറ്റി. ഇപ്പം ഇപ്പൊ മാരത്തോൺ റണ്ണറാണ്, ഐ എം എ മാരത്തോൺ റണ്ണർ. ഇൻസൈഡ് മീ എനിക്ക് സ്വിമ്മിങ് പഠിക്കണം. സ്വിമ്മിങ് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും അതിന്റെ ടെക്നിക്കലി പഠിക്കണം. സൈക്ലിംഗ് പഠിക്കണം. എനിക്ക് സൈക്കിൾ ചവിട്ടാനേ അറിയത്തുള്ളൂ. എനിക്ക് ഇവിടുത്തെ എന്റെ ട്രയൽ റൺ സൈക്കിൾസ് ഒന്ന് ചവിട്ടാൻ പഠിക്കണം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഐഡന്റിറ്റി ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഐ ആം എ സ്വിമ്മർ, ഐ ആം എ സൈക്ലിസ്റ്റ്. ദെൻ അതിൽ മൂന്നും കൂടെ ചേരുന്നതാണ് ട്രയാത്ലോൺ. അപ്പൊ ഓക്കെ, അത് അപ്പൊ ആ ചേഞ്ച് ഇൻ ഐഡന്റിറ്റി ഈസ് ഇമ്പോർട്ടന്റ്. സോ ഫാമിലി, ഐഡന്റിറ്റി, ദാറ്റ്സ് മൈ തിങ്. ഞാനിത് പറയുകയാണെങ്കിൽ സജിത്ത്, ഇപ്പൊ ഞാന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം.
ഇപ്പൊ നമുക്ക് ലൈഫിൽ വളരെ കുറച്ച് സമയമുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇമാജിൻ ഒരു സെർട്ടൺ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഭൂമിയിൽ ഡിസപ്പിയർ ആവും, ഉറപ്പാണ്. പക്ഷെ ഞാൻ ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജിൽ ഡെത്ത് ബെഡിൽ കിടക്കുന്ന ഒത്തിരി പേരോട് സംസാരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വികാരമാണ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മള് ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു തോന്നല്. നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഇത്രയും കൂടി നന്നാക്കി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കൂടി നന്നായി ജീവിക്കായിരുന്നു എന്ന് തോന്നണ ഒത്തിരി പേരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ നിന്ന് സംസാരിച്ച അനുഭവം വെച്ചും അല്ലെങ്കിൽ ഞാൻ വായിച്ച് പഠിച്ച ഒരു അനുഭവം വെച്ച് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും: ഓൾവേസ് ബി ഓണസ്റ്റ് ടു യുവർ സെൽഫ്. അത് നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ബി ഓണസ്റ്റ്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു റിയലി വാണ്ടഡ് ടു ഡു ഇറ്റ്? വുഡ് യു ഡു ദ സെയിം തിങ് ഇഫ് യു ഗോട്ട് ഓൺലി 12 months ടു ലിവ്? 12 മാസം നമുക്ക് ജീവിക്കാനുള്ളതെങ്കിൽ നമ്മൾ ഈ കാര്യം തന്നെ ചെയ്യുമോ? ബി ഓണസ്റ്റ്. നമ്മളോടുള്ള സംസാരം, ആ ഒരു ഇന്റേണൽ ഡയലോഗ് ഓണസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഐ ഓൾവേസ് ബിലീവ് വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പോ ഞാന് മറ്റേ ഖലീൽ ജിബ്രാന്റെ ഒരു കോട്ട് ഉണ്ടല്ലോ, അതായത് നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ നേടണം എന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദ യൂണിവേഴ്സ് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ ഫോർ യു. ഐ ബിലീവ്ഡ് ഇൻ ഇറ്റ്. എന്റെ ലൈഫിലെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. കാരണം എനിക്ക് ആ ഒരു ഇന്റൻസ് ഡിസയറോട് കൂടിയിട്ട് ഞാൻ എന്തിലിറങ്ങി പുറപ്പെട്ടാലും ഐ ഡെഫിനറ്റ്ലി വിൽ ബി ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ അതിന്റെ വഴി കണ്ടെത്തും, ഞാൻ അതിലേക്ക് ഉള്ള കോപ്പുകളെല്ലാം ഞാൻ കൂട്ടി വയ്ക്കും. നാച്ചുറലി the universe has no other option. Universe will come with me. അപ്പോ if you really want to make a difference in the world, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇപ്പൊ നമ്മൾ ജോലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി. ഇപ്പൊ ഞാൻ മാനേജറായിട്ടിരുന്ന ഒരാളാണ് ഒത്തിരി ജോലിയിൽ. ഞാൻ ഒരു സീനിയർ മാനേജ്മെന്റ് ഗ്രൂപ്പിൽ ഇരുന്ന ഒരാളാണ്. ഐ ഹാവ് സീൻ ഓൾ ഓഫ് എ സഡൻ ഒരാളുടെ ജോലി പോണത്. ഐ ഹാവ് സീൻ ഓൾ ഓഫ് എ സഡൻ ആ ജോലി പോയതിന്റെ പേരിൽ അയാളുടെ ഫാമിലി ബുദ്ധിമുട്ടിലാവണത്. ഐ ഹാവ് സീൻ ആ ഒരു ഫാമിലിയും അയാളും ബുദ്ധിമുട്ടാവണതോട് കൂടിയിട്ട് അയാളുടെ കുട്ടികളിലെ അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവണത്. അല്ലെങ്കിൽ കാരണം ഇവരുടെ എല്ലാ സോഴ്സും ആ ഒരു ജോലിയിലായിരുന്നു, ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ആ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നു, എൻറ്റയർ ഒരു ഫാമിലി, എൻറ്റയർ ഒരു ലൈഫിനെ എഫക്ട് ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത്, അത്തരം ആൾക്കാരുടെ വേദനകൾ. അപ്പോ യു ഓൾവേസ് ഷുഡ് ഹാവ് എ പ്ലാൻ ബി, എസ്പെഷ്യലി ഫൈനാൻഷ്യലി. കാരണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇതെല്ലാം നമ്മളൊരു സെക്കൻഡറി മാറ്റർ ആക്കിയിട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ആ ഒരു ജോലിയുടെ ഒരു സോർട്ട് ഓഫ് കംഫർട്ടിലോ അല്ലെങ്കിൽ ഒരു ഇതിലൊക്കെ ഞാൻ പറയണത് ഇതിലുള്ളൂ, ബി ഓണസ്റ്റ് യുവർ സെൽഫ്. പിന്നെ ഈ ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും സെൽഫ് ഡൗട്ടും ഫിയറും ഉണ്ട്. നമുക്ക് ഉള്ളത് നമുക്ക് മാത്രമല്ല. ഇപ്പൊ അത് എല്ലാ ആൾക്കാർക്കും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പറഞ്ഞ പോലെ ഒരു തവണ നമ്മൾ ആ ഒരു ഫിയറിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ ഈസിയാവും. നമ്മളാ ഇറ്റ്സ് എ പാറ്റേൺ. നമ്മൾ ഒരു തവണ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 10 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് ഉറപ്പായപ്പോ എനിക്ക് ഉറപ്പാണ് എനിക്ക് 22 കിലോമീറ്റർ ഓടാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ലിജിൻ 42 അങ്ങനെ 3 തവണ ഓടാനേ പോകണം. കാരണം നമ്മൾ ഒരു തവണ നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറ്റും. ഇപ്പൊ ഈ ഓണ്ടർപ്രണർഷിപ്പ് ഒരു സോർട്ട് ഓഫ് അങ്ങനെ തന്നെ. നമ്മൾ സജിത്ത് ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് ആലോചിച്ച് നോക്കിയ, ക്ലച്ച് എവിടെയാ, ഗിയർ എവിടെയാ, ക്ലച്ച് ചവിട്ടിയപ്പോ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടുകൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു സമയം ഇപ്പൊ നമുക്ക് എത്ര തിരക്കുള്ള സിറ്റി ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റും. നമ്മളത് സബ് കോൺഷ്യസിൽ ചെയ്യണതാ. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഞാൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് 2011 വന്നിട്ട് 3 മാസം കഴിഞ്ഞ് എന്നെ അന്നത്തെ മാനേജേഴ്സ് എന്നെ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. കാരണം ദ വേ യു സ്പീക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറയണതും നീ ഇങ്ങോട്ട് പറയണതും ഇവിടെ ആർക്കും മനസ്സിലാവണില്ല. സോ യു ആർ എ ഡേഞ്ചർ ടു ദി സിസ്റ്റം. സോ യു വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദ കൺട്രി എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്റെ മീറ്റിംഗ് വിളിച്ച് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഇത്രയും ആൾക്കാരുടെ ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്പീക്കർ ആയെങ്കിൽ നമ്മൾ ഒരു തവണ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഓൾവേസ് ബി ലൈക്ക് നമ്മളൊരു എന്റെ ഒരു അഡ്വൈസ് ഇത്രയുള്ളൂ: ഓൾവേസ് ടോക്ക് ടു പീപ്പിൾ. ഒരു നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് 100%. നല്ല ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ല ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യുക. ഫാമിലീസ് ഓൾവേസ് കംസ് ഫസ്റ്റ്. അവരുടെ കാര്യങ്ങൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക എപ്പോഴും ആ ഒരു ഡിസ്കഷനുകളിലും. പിന്നെ ഇഫ് ദർ ഇസ് എ കോൾ ഇൻ യു, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കോളൊക്കെ എനിക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ട്രൈ. ലോകം അവസാനിച്ചു പോകുന്നില്ല.
നമ്മളും അവസാനിച്ചു പോകുന്നില്ല. അപ്പൊ നമ്മൾ ആകാശത്ത് നിന്ന് പൊട്ടി താഴെ വീഴുന്നല്ലല്ലോ. നമ്മൾ അങ്ങനെ വീണ് വീണ് എഴുന്നേറ്റ് നിന്ന് നടന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരാ. ഓൾവേസ് യെസ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നമുക്ക് പറ്റും. നമുക്ക് വിചാരിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒപ്പം നമ്മൾ വിചാരിക്കണം, നമ്മളത് കമ്മിറ്റഡ് ആവണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഓൾവേസ് ബി റെഡി ഫോർ എ ജേണി. Yeah. അല്ലാണ്ട് ഡോണ്ട് ലുക്ക് അറ്റ് ദ ഡെസ്റ്റിനേഷൻ. Yes. ഓക്കെ, Outcome. ഇന്ന ആള് ഇത്രയും ആയി നിൽക്കുന്നു, ഞാൻ എങ്ങനെ ആയേക്കാന്ന് ഇറ്റ് ഡസൻ വർക്ക്. കാരണം അവര് അനുഭവിച്ചതല്ല നമ്മൾ അനുഭവിക്കണം, അവര് പഠിച്ചതല്ല നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് ഓരോരുത്തരും നമുക്ക് കഴിവുകളുള്ളത് നമ്മൾ കഴിവ് മനസ്സിലാക്കണം, കഴിവ് കേടുകളുള്ളത് നമ്മൾ അത് മനസ്സിലാക്കണം. ഐ തിങ്ക് എവ്രി വൺ ക്യാൻ ഡു വാട്ട് എവർ ദേ വാണ്ട് ടു. Yes. നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഇന്ന് വേൾഡിൽ ഭയങ്കര ഓപ്പൺ. അപ്പൊ സജിത്ത് കാനഡ കിടക്കണ, സജിത്ത് ഞങ്ങൾ ഓസ്ട്രേലിയ കിടക്കണം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈസിലി. Yeah. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക വേർഡ്സും നമ്മുടെ എക്സ്പീരിയൻസും. ഇത് കേൾക്കണ ആൾക്കാരിലേക്കും അത് പോസിറ്റീവായിട്ടോ ഒരു രീതിയിൽ അത് ചേഞ്ച് ചെയ്യും. ഇപ്പൊ ആ ഇപ്പൊ ഞാനിങ്ങനെ പറയും, നമ്മുടെ ലൈഫ് എല്ലാം ഒരു സ്റ്റോറിയാ. ഒരു നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാനൊരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത് നമ്മൾ കേട്ട് പരിചയിച്ച സ്റ്റോറീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ Yes. ഞാൻ കേൾക്കുന്ന സ്റ്റോറികളെല്ലാം ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു വിൽ എൻഡ് ഒന്നും നമ്മൾ ആ തീരുമാനം എടുക്കില്ല. അപ്പോ ഓൾവേസ് ബി ഇൻ എ ഗുഡ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ, ലേൺ ഫ്രം ദം. എവറി വൺ ഷെയർസ് ദെയർ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. സോ ഐ തിങ്ക് എല്ലാവർക്കും ലിജിൻ പറഞ്ഞ പോലെ ബി ഓൾ യു ക്യാൻ ബി. നമ്മൾ ഈ Yes. ചുരുങ്ങിയ സമയത്ത് നമുക്ക് ആഗ്രഹിക്കണതെല്ലാം ആവാൻ പറ്റുകയാണെങ്കിൽ അതിൽ പല സന്തോഷം എന്താ ഉള്ളത്? Yeah. റിഗ്രറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ ഒരു സമയത്ത്. Yeah. Yeah. നമ്മൾ So എത്തിച്ചേർന്നില്ല എന്നവർക്ക് ചിന്തിക്കുന്നില്ലല്ലോ. യെസ്, യാ, നിങ്ങൾ ഇപ്പോൾ ഇത്രയും നേരമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈഫ് എക്സ്പീരിയൻസസ്, ഇപ്പോൾ പ്രത്യേകിച്ച് Yes. രണ്ടുപേർക്കും ഫാമിലി ഉണ്ട്. ആൻഡ് നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട്, എനിക്കിപ്പോൾ ഞാൻ പുറത്ത് വന്ന കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഇപ്പോൾ പുറത്തൊരു കൺട്രിയിൽ പോകുമ്പോൾ ആസ് എ മലയാളി നമ്മൾ സ്ട്രഗിൾ ചെയ്തതും ഒരുപാട് സാക്രിഫൈസസ് ചെയ്തതും ഇതെല്ലാം നിന്നും ലൈക്ക് ഒരു 10 വർഷം, ഇപ്പോൾ 2025 ഇപ്പോൾ ഒരു 14 വർഷം നമ്മൾ പുറകോട്ടെടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മാറിയിരിക്കുന്നത് ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. നിങ്ങളുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ രണ്ടുപേരും വളരെ Thank you, Sajid. ഇൻസ്പയർഡ് ഫോക്സ് തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് നിങ്ങളുടെ പോഡ്കാസ്റ്റ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് എനിക്ക് ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഐ റാൻഡംലി ലിസൺ ടു ഏതെങ്കിലും ടോപ്പിക് എടുത്തിട്ട് ലിസൺ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഐ എം ട്രൈങ് ടു ലേൺ ലൈക്ക് ഒരു പല കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇനി എനിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു നല്ല പല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കീറി മുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ടോപ്പിക്സാണ് നിങ്ങൾ ഇട്ട് തന്നേക്കുന്നത്. പക്ഷെ അത് ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ലാസ്റ്റ് ചോദ്യം ഇതാണ്, ഇൻസ്പയർഡ് ഫോക്സ്. ഇപ്പം ഞാനൊരു ബ്രേക്കിലിരുന്ന് ഒരു പോഡ്കാസ്റ്റ് ഒരു തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പോഡ്കാസ്റ്റ് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾ എനിക്ക് വളരെ ലൈക്ക് ഞങ്ങളിപ്പോൾ തമ്മിലുണ്ടായ കോൺവെർസേഷൻ, ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പോലും ലൈക്ക് വെരി ചിൽ, ഭയങ്കര ചെയ്യണമെന്നുള്ള വളരെ രണ്ടുപേരും എനർജി കളയാതെ നിന്ന് ചെയ്ത വ്യക്തിത്വങ്ങളാണ്. അതുപോലെ തന്നെ ഈ നിങ്ങളിത് ഇങ്ങനെ ഇൻസ്പയർഡ് ഫോക്സ് എന്നൊരു ചാനൽ തുടങ്ങി പറഞ്ഞിട്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു നെറ്റ്വർക്കിലേക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ ഫോൺ നമ്പർ ഐ വുഡ് സേ ഇറ്റ്സ് വാല്യുബിൾ. വേറെ കുറേ ആളുകളെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫ്രീക്വൻസി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആളുകളുടെ എനിക്കൊരു നെറ്റ്വർക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പം ഈ ഇൻസ്പയർഡ് ഫോക്സ് എന്നുള്ളൊരു സംഭവം, എൻ്റെ ലാസ്റ്റ് ചോദ്യം ഇതാണ്, ഇൻസ്പയർഡ് ഫോക്സ് എന്നുള്ള സംഭവം എന്താണ്, അതെന്തുകൊണ്ടാണ് അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, ഇതിൻ്റെ പുറകിലുള്ള ഒരു കഥയൊന്ന് പറയാമോ? അതോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ചോദ്യമാണ് അത്. ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പറയാം ചുരുക്കിയിട്ട് സജിത്തെ. കാരണം ഇപ്പൊ ഞങ്ങളൊരു ജോലിയിൽ നിന്ന് ഇറങ്ങി ഒരു 1 ഇയർ 1.5 ഇയർ ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണം, ഒത്തിരി ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട് എന്ന് തോന്നി, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചതുണ്ട്. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇത്തരം ഞങ്ങൾക്കൊരു ഡ്രീം ഉള്ളൂ, ലീവ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലീവ് ദാൻ വാട്ട് വി വർ. നമ്മൾ ഉണ്ടായിരുന്നതിനേക്കാളും ഒന്നും കൂടി മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ്. ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം ഫൈനാൻഷ്യലി ദ ബിഗ്ഗസ്റ്റ് $multi-million ബിസിനസ്സുകളൊന്നല്ല, ബട്ട് വി ആർ ഹാപ്പി വിത്ത് വാട്ട് വി ഡു. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ യു ആർ എ ബിസിനസ് വിത്ത് ഇന്റഗ്രിറ്റി എന്നുള്ളതാണ്. അത് ഒരു അതിന് മേലെ സാറ്റിസ്ഫൈങ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല.
അപ്പോ Nice. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അറിവുകള് നമുക്കൊരു ഒരു ഒരു ബിഗ് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ പോലെ ഉള്ള ഇപ്പൊ സജിത്തിനും നമ്മളെയൊക്കെ പോലെ നമ്മളെല്ലാം ഒരേ ജേണി കടന്നു വന്നുള്ള ആൾക്കാരാണ്. സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ച് വളർന്ന് കഷ്ടപ്പെട്ട് പുറത്തു പോയി ഒരു സമയം തിരിച്ചറിയുന്നു നമുക്ക് ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ നമ്മുടേതായ രീതിയിൽ സോർട്ട് ഓഫ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു എന്നോ പറയാവുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോ അത് ഇപ്പോ സജിത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പോ ഞങ്ങൾക്ക് കാരണം സജിത്തിനെ പോലെ ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫൈങ് ആണ്. എങ്ങാണ്ടോ Yeah. കിടക്കുന്ന ലോകത്തിനെ ഇത്രയും ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഇപ്പൊ സജിത്തിന്റെ ഒരു വാല്യൂ ഞങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം. അല്ല ഞങ്ങൾക്ക് സജിത്തിന്റെ കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ സജിത്തിന്റെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരിലേക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടായിരിക്കാം വി ലൈക്ക് ഇറ്റ്. കാരണം നമ്മളൊരു ആൾക്കാർക്ക് വേണ്ടിയാണല്ലോ ജീവിക്കണത്. നമ്മള് വി ആർ നോട്ട് ഇൻ എ ബിസിനസ് ഓർ വാട്ട് എവർ നിങ്ങൾ ചെയ്യേണ്ടത്. വി ആർ നോട്ട് ടു അക്യുമുലേറ്റ് സ്റ്റഫ്. Yeah. നമുക്ക് അക്യുമുലേറ്റ് സ്റ്റഫിനേക്കാളും വി ലവ് അക്യുമുലേറ്റിംഗ് പീപ്പിൾ. അപ്പൊ ആ Yeah. ഒരു അക്യുമുലേഷൻ ആണ് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈങ്, ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മള് ആരാ പറഞ്ഞ പോലെ നമ്മളൊരു ഇഫ് യു ആർ ലിവിങ് ഇൻ ആൻ ഐലൻഡ്, നമുക്ക് ഈ ലോകത്ത് ഒരാളും ഇല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മെറ്റീരിയൽ നമ്മൾ കൂട്ടിയിടും. ഈ കൂട്ടിയിടുന്നതെല്ലാം നമ്മൾ കൊണ്ടുപോവില്ല. അപ്പോ ആ നേരം നമുക്ക് അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനേക്കാളും ബ്യൂട്ടി എന്താ ഉള്ളത് ലൈഫില്. അപ്പോ ഇത്തരം ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരായിട്ട് സംസാരിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് സജിത്തിന് അറിയാം, ഒരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കി ഇടാനുള്ള അതിന്റെ എഫേർട്ടും കാര്യങ്ങളെല്ലാം സജിത്തും വെരി ബ്യൂട്ടിഫുള്ളി അത് ചെയ്തുകൊണ്ടിരിക്കണം. സജിത്തിന് ഒത്തിരി ആൾക്കാർ ഫോളോ ചെയ്യുന്നു. ഒരു വെരി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഞാൻ സജിത്തിന്റെ യൂട്യൂബിന്റെ വീഡിയോസിന്റെ അടിയിലുള്ള വരുന്ന കമന്റ്സ് എല്ലാം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത്തരം ആൾക്കാരാണ് നമുക്ക് കണക്റ്റഡ് ആവേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം Yes. ആൾക്കാരാണ് നമുക്ക് ഇത്തിരി കൂടി റിയലി പോസിറ്റീവ്. അതിൽ വേറെ നെഗറ്റീവ് എനർജി ഒന്നുമില്ല. കാരണം സജിത്ത് Yes. വെരി ഓപ്പൺ ആയിട്ട് വെരി നൈസ് യങ് നൈസ് ഫാമിലി. നമുക്ക് അങ്ങനെ ഒരു ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തത് Yeah. പോഡ്കാസ്റ്റ് അല്ലേ അതെ, ലിജി? എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ വൈൽഡ് ആയിട്ട് ഇരുന്നിട്ട് എന്താ പറയണേ, ഒരു ഔട്ട് ഓഫ് തിൻ എയർ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നമ്മൾ ഗോ ത്രൂ ചെയ്ത എക്സ്പീരിയൻസസ് അത് ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾ ഇറ്റ് മാറ്റേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഇപ്പൊ നമ്മള് ഞാൻ ആ ഓതറിന്റെ പേര് പറഞ്ഞു, മറ്റേ നമ്മൾ ഒരാള് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ആള് രണ്ടുപേരെ ചേഞ്ച് ചെയ്യും, അങ്ങനെ. സോ സംടൈംസ് ഇറ്റ് ഓൺലി ടേക്സ് 1 person ടു ചേഞ്ച് എ ബിഗ് പോപ്പുലേഷൻ. അതെ. അതായത് ആ ഒരു തോട്ട് ഇങ്ങനെ മാറി 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 പോയി കഴിയുമ്പോഴാണ്. ഇപ്പൊ ഞാൻ എന്റെ മോന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ അവനിലുണ്ടായ ചേഞ്ച് ഇറ്റ് വിൽ ഗോ ത്രൂ ടു ജനറേഷൻസ്. അപ്പൊ നമ്മളൊരു ചേഞ്ചിന് വളമാവുകയാണ് ചെയ്യുന്നത്. യു ആർ ബിക്കമിങ് എ റീസൺ. അപ്പൊ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളെ മരണക്കിടക്കെ കിടക്കുമ്പോഴത്തേക്കും വാട്ട് ഹാവ് ഇറ്റ് ഡൺ ഫോർ ദി വേൾഡ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വി ഹാവ്, അല്ലെങ്കിൽ ഇപ്പൊ സജിത്ത് ഹാവ് സംതിങ് ടു സേ അല്ലേ. Yes. ഞാൻ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. ആ ആള് Yes. Yes. വേറെ ആൾ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇറ്റ് ഗോസ് ഓൺ. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം അത്രേ ഉള്ളൂ. ഇത് വാട്ട് വി എക്സ്പീരിയൻസ്ഡ്, അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഒരു സ്ലമ്മിൽ നിന്നാണ് ഞാൻ പൊങ്ങി വന്നത്. Yeah. I don't want anyone to go to that slum. I want people to get better before that. ഇപ്പൊ Yes. ഇപ്പൊ 9 to 5 ചെയ്ത് മടുത്തിരിക്കുന്ന ഒരാളെ കൊണ്ട് മടുത്തിരിക്കുന്ന ആളെ രക്ഷിക്കാനല്ല, അതിലേക്ക് എത്തിച്ചേരാതെ പ്ലാൻ ബി ശ്യാം പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ചിലപ്പോ ഒരിക്കലും ആ ജോലി മടുക്കത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയണ, എന്റെ ഓൺടർപ്രണറിൽ ബ്ലൈൻഡ് ആയിട്ട് പോകുന്ന ഒരാളെ സ്റ്റോപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫാമിലിനെ ആയിരിക്കും നമ്മൾ രക്ഷിക്കുന്നത്. ചിലപ്പോൾ ഒരു വാക്ക്. That's all it matters. It's about influencing people. It's about providing something for the world. അതാണ് ഇൻസ്പയർഡ് ഫോംസ്. ഓ, നല്ല അടിപൊളിയായിട്ട് അത് കൺക്ലൂഡ് ചെയ്ത് ലിജിൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് Thank you. കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ബ്രെയിൻ കോൺസ്റ്റൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് എൻ്റെ ബ്രെയിൻ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്പയറിങ് എന്ന് പറയാം, മോട്ടിവേഷൻ എന്ന് പറയാം. പക്ഷേ അത് മാത്രം കൊണ്ട് കാര്യമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ വേണം, ആ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, നമ്മളൊരു ഇരുമ്പിനെ ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച സമയത്ത്
നമ്മളൊരു മെറ്റൽസിന്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ അതിനകത്തൊരു മെറ്റലിനെ ഫോം ചെയ്തിട്ട് വേറൊരു ഷേപ്പ് ആക്കണമെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ചുട്ട് പഴുപ്പിച്ചിട്ട് വേണം വി ഹാവ് ടു ഫോം ഇറ്റ്. അപ്പം യെസ് എന്നാലാണ് അതെ. അതൊരു നല്ലൊരു സംഭവം. പിന്നെ അതിനെ മുറിച്ച് കൂട്ടാനും ലൈക്ക് യു ഹാവ് ടു ഷാർപ്പൻ ഇറ്റ്, ലൈക്ക് അത് അവിടെയും ലൈക്ക് തീയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പം യെസ് അത്രത്തോളം ചെയ്താലാണ് അതിനകത്ത് ആ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു ജേർണി ലൈക്ക് യു ഗൈസ് ആർ ലൈക്ക് നിങ്ങളുടെ ആ ഒരു, എനിക്ക് തന്നെ നിങ്ങൾ ഫോമായി, നിങ്ങൾ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I guess ഒരുപാട് കാടുകൾ വെട്ടിത്തെളിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ. താങ്ക് യു ഇൻസ്പയർഡ് സ്പോർട്സ് വലിയൊരു ഇൻസ്പയറിംഗ് ചാനലായി, പോഡ്കാസ്റ്റ് ചാനലായിട്ട് മാറട്ടെ. അതുപോലെ താങ്ക് യു തന്നെ നിങ്ങൾ തുടങ്ങി വെച്ച കെയർച്ച് എന്നുള്ളൊരു വലിയൊരു സംരംഭം പടർന്ന് പന്തലിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഈ താങ്ക് ഒരു യു സജിത്. ഷോയിലേക്ക് വരാനും ഇതിന് വേണ്ടിയിട്ട് ഇത്ര നേരം സമയം എനിക്ക് തരാനും നിങ്ങൾ കാണിച്ചതിൽ വെരി ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും തോന്നുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സജിത്. താങ്ക് ഫോർ താങ്ക് യു. ഓപ്പർച്യൂണിറ്റി. അതെ, അതെ, ഒത്തിരി സന്തോഷം ഇങ്ങനെ സജിത്ത് നമുക്ക് സജിത്തിന്റെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം ഈ വർഷം അല്ലെങ്കിൽ ഈ വരുന്ന സമയങ്ങളിലെല്ലാം സംഭവിക്കട്ടെ. എല്ലാത്തിലും നമ്മളൊപ്പം ഉണ്ടാവും. എന്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു പറഞ്ഞ പോലെ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ലോകത്തിൽ എല്ലാവർക്കും. the അപ്പൊ connection. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും ബി ഓൾ യു ക്യാൻ ബി. എല്ലാവരും ആഗ്രഹിക്കുന്നതെല്ലാം ആയിത്തീരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അതെ, ഞങ്ങൾ ഏറ്റവും വാല്യൂ ഓക്കെ. ചെയ്യുന്നത് സജിത്തിന്റെ കണക്ഷൻ തന്നെയാണ് കേട്ടോ. അതെ, ഞങ്ങൾ ഓ താങ്ക് യു. another സെയിം അതും another individual that അതെ. we could connect. Wonderful. Oh. Thank you. വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓക്കെ, താങ്ക് യു Okay. guys. Thank you.